This call is now being recorded. ഓക്കെ, എൻ്റെ അകത്ത് റെക്കോർഡിങ് കാണിക്കില്ലല്ലോ. ഫോണിൽ റെക്കോർഡഡ് എന്ന് കാണിച്ചു, സിസ്റ്റത്തിൻ്റെ അകത്ത് ഇപ്പോൾ റെക്കോർഡിങ് കറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമുക്ക് ഇന്നത്തെ ടോപ്പിക്ക് EIA ഇന്ത്യയിൽ നമുക്കൊരു പെർമിഷൻ കിട്ടാൻ വേണ്ടിയിട്ട് ചെയ്യേണ്ടത്. ഇത് ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. 10 മാർക്കിന്റെ ക്വസ്റ്റ്യൻ ചോദിക്കാവുന്നതാണ്. EIA പ്രൊസീജിയർ ഇൻ ഇന്ത്യ എന്ന് പറയും. ഇന്ത്യയിൽ നമുക്ക് മറ്റേത് നമ്മൾ ജനറൽ ആയിട്ടായിരുന്നു പറഞ്ഞത്, വേൾഡ് വൈഡ് ആയിട്ട് EIA എന്ന് പറഞ്ഞൊരു കമ്മിറ്റി രൂപീകരിച്ചതിനെ പറ്റിയിട്ടും ഒക്കെ ആയിരുന്നു പറഞ്ഞത്. നെക്സ്റ്റ് EIA പ്രൊസീജിയർ ഇൻ ഇന്ത്യ ആണ്. ഇന്ത്യക്കകത്ത് നമുക്ക് എങ്ങനെ EIA പ്രൊസീജിയർ അല്ലെങ്കിൽ എൻവയോൺമെന്റൽ ക്ലിയറൻസ് കിട്ടാൻ വേണ്ടിയിട്ട് ഒരു പ്രൊജക്റ്റുമായിട്ട് നമ്മൾ മുന്നോട്ടേക്ക് വരുമ്പോൾ നമുക്ക് എങ്ങനെയാണ് എൻവയോൺമെന്റൽ ക്ലിയറൻസ് കിട്ടുക, നമുക്ക് ആ പ്രൊജക്റ്റിനെ മുന്നോട്ടേക്ക് റിയൽ ലൈഫിൽ എക്സിക്യൂട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് എന്തൊക്കെ കടമ്പകൾ കിടക്കണം. അപ്പൊ എല്ലാവർക്കും അറിയാം, ഇന്ത്യയിൽ ഒരു കമ്പനി തുടങ്ങാന്ന് വെച്ചാൽ, പ്രത്യേകിച്ച് കേരളത്തിലെ ഒരു കമ്പനി തുടങ്ങാന്ന് വെച്ചാൽ വലിയ പരിപാടിയായിരിക്കും. കുറെ നൂലാമാലകളും കുറെ ഓഫീസുകൾ കയറി ഇറങ്ങുമൊക്കെ വേണ്ടി വരും. അപ്പോൾ അത്ര ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് പഠിക്കാനില്ല. നമുക്കെന്നാലും സിമ്പിൾ ആയിട്ട് ഇത് കേട്ടാൽ നമ്മൾ വിചാരിക്കും പെട്ടെന്ന് തീരുന്ന പരിപാടിയാണല്ലോ ഈ പ്രൊസീജിയറൊക്കെ, അപ്പൊ നമുക്കും തുടങ്ങാലോ ഒരു കമ്പനി എന്നൊക്കെ തോന്നും. നടക്കില്ല. നമ്മൾ റിയൽ ലൈഫിൽ എത്തുമ്പോഴേക്ക് ഈ എൻവയോൺമെന്റ് ക്ലിയറൻസ് മാത്രം പോരാ, നമുക്ക് ബാക്കി പഞ്ചായത്തിന്റെ അകത്തുനിന്നും ഒക്കെ കുറെ സ്ഥലത്തുനിന്ന് ഇതൊക്കെ വേണ്ടി വരും. ക്ലിയറൻസ് ഒക്കെ കിട്ടണം. അതൊക്കെ വലിയ പണിയുള്ള പരിപാടിയാണ്. അപ്പൊ EIA നമ്മൾ ഓൾറെഡി പറഞ്ഞു. EIA എന്ന പ്രൊസീജിയർ എന്ന് വെച്ചാൽ നമ്മൾ എല്ലാ കമ്പനിക്കും അല്ലെ എല്ലാ ഒരു പ്രൊജക്റ്റിനും നമ്മൾ ഉൾപ്പെടുത്താറില്ല. അപ്പൊ ബേസിക്കലി പറയുന്ന ഒരു കാര്യം എന്ന് വെച്ചാൽ നമ്മൾ 2 കാറ്റഗറി ഓഫ് പ്രൊജക്റ്റിന് മാത്രമേ EIA എന്ന് പറഞ്ഞ സാധനം ഉൾക്കൊള്ളാറുള്ളൂ. സോ ബേസിക്കലി there are 2 categories. Two categories ഉണ്ട് for EIA clearance. കാറ്റഗറി A എന്ന് പറയും. EIA ക്ലിയറൻസ് അല്ല, സോറി, എൻവയോൺമെന്റൽ ക്ലിയറൻസ് ആണ്. എൻവയോൺമെന്റൽ ക്ലിയറൻസ് അതാ നമ്മൾ EC എന്ന് പറയും. EC കിട്ടാൻ വേണ്ടിയിട്ട് NOC എന്നൊക്കെ പറയുന്ന പോലെ തന്നെ. NOC എന്ന് വെച്ചാൽ നോ ഒബ്ജക്ഷൻ സർട്ടിഫിക്കറ്റ് അല്ല. അതേപോലെ തന്നെ EC എന്ന് പറഞ്ഞൊരു സാധനം ഉണ്ട്, എൻവയോൺമെന്റൽ ക്ലിയറൻസ്. NOC നമ്മൾ പല സ്ഥലത്തുനിന്നൊക്കെ എടുക്കുന്ന കോമൺ ആയിട്ട് പറയുന്ന ഒരു സാധനമാണ്. ഇപ്പൊ നമ്മളെ വീട്ടില് ഒരു പുതിയൊരു സെപ്റ്റിക് ടാങ്ക് ഒക്കെ കുഴിക്കണമെങ്കിൽ നമുക്ക് ചിലപ്പോൾ നമ്മളുടെ അയൽവാസിന് എടുക്കുന്ന NOC കിട്ടേണ്ടി വരും അല്ലെ. നമ്മളെ അയൽവാസിനടുത്ത് ചോദിക്കേണ്ടി വരും, നമ്മളിവിടെ പുതിയതായിട്ടൊരു സെപ്റ്റിക് ടാങ്ക് കൂടി കുഴിക്കുന്നുണ്ട്. കാരണം സെപ്റ്റിക് ടാങ്ക് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കറിയാം ഒരു വേസ്റ്റ് വാട്ടർ വരുന്ന ഒരു സ്ഥലമാണ്. അപ്പൊ സ്വാഭാവികമായിട്ട് അത് കുഴിക്കുന്ന സമയത്ത് നമുക്ക് തൊട്ടടുത്തുള്ള വീട്ടുകാരടിക്കുന്ന NOC മേടിക്കേണ്ടി വരും, നോ ഒബ്ജക്ഷൻ സർട്ടിഫിക്കറ്റ്. അതേപോലെ തന്നെയുള്ള ഒരു സംഭവമാണ് ഈ എൻവയോൺമെന്റൽ ക്ലിയറൻസ് കിട്ടുക എന്ന് പറയുന്നത്. അപ്പൊ ചിലപ്പോൾ നമ്മൾ പറയും ചെക്ക് പോസ്റ്റിൽ നമുക്കൊരു ക്ലിയറൻസ് കിട്ടിയാൽ അപ്പുറത്തേക്ക് പോകാൻ പറ്റുള്ളൂ, അങ്ങനെയൊക്കെ അതിർത്തിയിലുള്ള ക്ലിയറൻസ് കിട്ടില്ല. അതേപോലത്തെ ഒരു ക്ലിയറൻസ് ആണ് ഈ എൻവയോൺമെന്റൽ ക്ലിയറൻസ് പറയുന്നത്. ബേസിക്കലി നമ്മൾ 2 കാറ്റഗറി ആയിട്ട് അതിനെ ഡിവൈഡ് ചെയ്തിട്ടുള്ളത്, കാറ്റഗറി A ആൻഡ് കാറ്റഗറി B. ഈ കാറ്റഗറീസിന്റെ പ്രത്യേകത എന്ന് വെച്ചാൽ 2 തരേണ്ട ആൾക്കാർ വേറെ വേറെയാണ്. അത്രേ ഉള്ളൂ ഈ കാറ്റഗറീസിന്റെ പ്രത്യേകത. 2ന്റെ അകത്തും EIA എന്ന് പറഞ്ഞ പ്രൊസീജിയർ വേണം. പക്ഷെ കാറ്റഗറി A എന്ന് പറയുന്ന സമയത്ത് എപ്പോഴും നമ്മൾ മുന്തി നിൽക്കുന്ന ആൾക്കാരാണ് A എന്ന് പറയാറില്ലേ. സോ സ്വാഭാവികമായിട്ടും കാറ്റഗറി Aയിൽ വരുന്ന പ്രൊജക്റ്റിന് എന്ന് പറയുമ്പോഴത്തേക്ക് അത് അപ്രൂവ് ചെയ്യേണ്ടത് നമ്മളുടെ സെൻട്രൽ ഗവൺമെന്റ് ആണ്. അപ്പൊ നേരെ മറിച്ച് കാറ്റഗറി B എന്തായിരിക്കും? ഇറ്റ് വിൽ ബി അപ്രൂവ്ഡ് ബൈ അവർ സ്റ്റേറ്റ് ഗവൺമെന്റ്. സോ കാറ്റഗറി Aയിൽ വരുന്ന പ്രൊജക്റ്റോ ഒരു ലിസ്റ്റ് ഓഫ് പ്രൊജക്ട്സ് ഉണ്ടാവും. അതേപോലെ തന്നെ കാറ്റഗറി Bയിൽ വരുന്ന ലിസ്റ്റ് ഓഫ് പ്രൊജക്ട്സ് ഉണ്ടാവും. അതൊക്കെ ആരാണ് നോക്കുന്നത്? ഒന്ന് വെച്ചാൽ കാറ്റഗറി Aയിൽ വരുന്നതൊക്കെ സെൻട്രൽ ഗവൺമെന്റിന്റെ അണ്ടറിലാണ് നമുക്ക് ഡയറക്റ്റ് അപേക്ഷ കൊടുക്കേണ്ടത്. സ്റ്റേറ്റ് ഗവൺമെന്റിന്റെ അകത്ത് ഇടപെടൽ ഉണ്ടാവും, പക്ഷെ അത് സെൻട്രൽ ഗവൺമെന്റ് ആയിട്ട് നിയമിക്കുന്ന ആൾക്കാരായിരിക്കും സ്റ്റേറ്റ് ഗവൺമെന്റിന്റെ ഇടപെടലായിട്ട് വരുന്നത്.
പക്ഷെ കാറ്റഗറി ബി പ്രൊജക്ട് എന്ന് പറയുമ്പോൾ നമ്മൾ അധികം സെൻട്രൽ ഗവൺമെന്റ് വരെ എത്തണ്ട, നമുക്ക് സ്റ്റേറ്റ് ഗവൺമെന്റിന്റെ തന്നെ പെർമിഷൻ ഉണ്ടെങ്കിൽ നമുക്ക് കമ്പനി സ്റ്റാർട്ട് ചെയ്യാം. അപ്പൊ ഒരു കമ്പനിയൊക്കെ തുടങ്ങുകയാണെന്ന് വിചാരിക്കുക, ഒരു പ്രൊഡക്ഷൻ കമ്പനിയോ അല്ലെങ്കിൽ നമ്മളൊരു പുതിയ റോഡ് വികസനമോ ഒരു കനാൽ രൂപീകരണമോ ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ തുടങ്ങുകയാണെങ്കിൽ, സാധാരണ രീതിയിൽ കനാലൊക്കെ ഉണ്ടാക്കുന്ന സമയത്ത് നമുക്ക് സ്റ്റേറ്റ് ഗവൺമെന്റിന്റെ ഒരു ഇത് കിട്ടിയാൽ മതി. പക്ഷെ നമ്മൾ ഒരു റോഡൊക്കെ ഉണ്ടാക്കുകയാണെങ്കിൽ നമുക്ക് നേരെ മറിച്ച് കാറ്റഗറി എയിലേക്ക് പോകും. കാറ്റഗറി എ എന്ന് പറയുമ്പോഴത്തേക്ക് നമുക്ക് സെൻട്രൽ ഗവൺമെന്റിന്റെ അപ്രൂവൽ ചിലപ്പോൾ കിട്ടേണ്ടി വരും. അങ്ങനെയാണ് നമ്മൾ നാഷണൽ ഹൈവേ ഒക്കെ പറയുന്നത്. അങ്ങനത്തെ എക്സ്പ്രസ് ഹൈവേ, നാഷണൽ ഹൈവേ, അങ്ങനത്തെ റോഡുകളൊക്കെ സെൻട്രൽ ഗവൺമെന്റിന്റെ അണ്ടറിലായിരിക്കും ചെയ്യുന്നുണ്ടാവും. അതേപോലെ തന്നെ സ്റ്റേറ്റ് ഹൈവേ അല്ലെങ്കിൽ മലയോര ഹൈവേകൾ അതൊക്കെ ചെയ്യുന്നത് സ്റ്റേറ്റ് ഗവൺമെന്റിന്റെ അണ്ടറിൽ മാത്രമായിരിക്കും. അത് ഗവൺമെന്റ് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളാണ് ഇഷ്യൂസ്. അതേപോലെ തന്നെ നമുക്ക് പല പല ഇൻഡസ്ട്രീസ് ഉണ്ട്. നമ്മളെ മൈനിങ്, ഖനനം ചെയ്യുന്ന ഇൻഡസ്ട്രീസ്, അതൊക്കെ പ്രൈവറ്റ് ആൾക്കാരായിരിക്കും ചെയ്യുന്നുണ്ടാവും. അപ്പൊ അതിന്റെയൊക്കെ ഏരിയനൊക്കെ ബേസ് ചെയ്തിട്ടൊക്കെയാണ് ഈ ഡിവിഷനും കാര്യങ്ങളൊക്കെ വരുന്നത്. സോ നമ്മൾ മെയിനായിട്ട് ഈ ഡിവൈഡ് ചെയ്തിരിക്കുന്നതിന്റെ പാരാമീറ്റേഴ്സ് എന്ന് വെച്ച് കഴിഞ്ഞാൽ കാറ്റഗറി എ ആൻഡ് ബി ആയിട്ട് നമ്മൾ കാറ്റഗറൈസ് ചെയ്യാനുള്ള 4 റീസൺസ് ആണുള്ളത്. ആ 4 റീസൺസ് വെച്ചാൽ, ഒന്ന് വെച്ചാൽ സ്പേഷ്യൽ എക്സ്റ്റെന്റ് ആണ്. അതായത് അത്രത്തോളം ഏരിയ നമ്മളുടെ പ്രോജക്റ്റ് കവർ ചെയ്യുന്നുണ്ട്. ഒരു ചെറിയ ഏരിയയിൽ വരുന്ന സ്ഥലമാണോ അല്ലെങ്കിൽ ഒരു വാസ്റ്റ് ഏരിയയിൽ വരുന്ന സ്ഥലമാണോ? സ്ഥലം എന്ന് വെച്ചാൽ നമ്മൾ സാധാരണ വലിയ വലിയ ഏരിയാസിനെ നമ്മൾ ഒരിക്കലും മീറ്റർ ക്യൂബിലൊന്നല്ല ഡിനോട്ട് ചെയ്യാറ്, അല്ലെ? മീറ്റർ സ്ക്വയറിലല്ല നമ്മൾ ഡിനോട്ട് ചെയ്യാറ്. പകരം നമ്മൾ പറയാം എന്താ, ഏക്കറിലും അല്ല പറയാം. നമ്മൾ പറയും എൻ്റെ കയ്യിൽ 1 ഏക്കർ സ്ഥലം ഉണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1 ഏക്കർ എന്നൊക്കെ പറഞ്ഞാൽ ചെറിയൊരു ഏരിയ. സോ 1 ഏക്കർ അല്ല, 2 ഏക്കർ അല്ല, പകരം ഹെക്ടർ എന്നാണ് പറയാം. നമ്മൾ HA വെച്ചിട്ട് ഡിനോട്ട് ചെയ്യുന്നത്. ഹെക്ടറിലാണ് സ്പേഷ്യൽ എക്സ്റ്റെന്റിൽ വരുന്നത്. കാരണം നമുക്കൊരു വലിയ വാസ്റ്റ് പ്രൊജക്റ്റ് ഒക്കെ നമ്മൾ ഹെക്ടറിലായിരിക്കും നമ്മൾ പറയാം, അല്ലെ? സാധാരണ രീതിയിൽ ഇതേപോലെ തന്നെയാണ് നമ്മളുടെ മീറ്റർ സ്കെയിലും ഈ ഫീറ്റ് സ്കെയിലൊക്കെ വരുന്നത്. മിക്കവാറും ആശാരിമാരൊക്കെ പണിയെടുക്കുന്ന സമയത്ത് നോക്കി കഴിഞ്ഞാൽ കാണാം, അവരൊക്കെ എടുക്കുന്ന അളവ് എന്ന് വെച്ച് കഴിഞ്ഞാൽ എപ്പോഴും ഇഞ്ചിലൊക്കെ ആയിരിക്കും. ഇഞ്ച് ഓർ ഫീറ്റിലാണ് അവർ എടുക്കുക. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ സെന്റിമീറ്ററിൽ എടുത്താൽ അവർക്ക് ചിലപ്പം ഒരുപാട് ആലോചിക്കേണ്ടി വരും. ചില സാധനങ്ങൾ പെട്ടെന്ന് ബൈഹാർട്ട് ആവില്ല. എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നമ്മളെ 15 സെന്റിമീറ്റർ എന്ന് പറയുന്നത് ഏകദേശം എത്രത്തോളം വരും? ഓൾമോസ്റ്റ് 6 ഇഞ്ചിന്റെ അടുത്ത് വരും. അപ്പൊ 6 ഇഞ്ച് ആലോചിക്കാനല്ലേ അവർക്ക് കുറച്ചുകൂടെ എളുപ്പം വരിക. നമുക്ക് ഇവിടെ 2 ഡിജിറ്റ് ആവും, ഇവിടെ 1 ഡിജിറ്റേ വരുന്നുള്ളൂ, അല്ലെ? ആ ഒരു വേരിയേഷൻ ആണ് മെയിൻ ആയിട്ട് വരുന്നത്. എക്സാമ്പിൾ വേറെ പറയുകയാണ്, നമ്മൾ 30 സെന്റിമീറ്റർ എന്നൊക്കെ പറയുമ്പോഴത്തേക്ക് അതിന് പകരം നമ്മൾ എന്ത് പറഞ്ഞാൽ മതി, 1 ഫീറ്റ് എന്ന് പറഞ്ഞാൽ മതി. 30 സെന്റിമീറ്റർ ഓൾമോസ്റ്റ് ഈക്വൽ ടു 1 ഫീറ്റ് ആണ്. ഒറ്റയടിക്ക് കഴിഞ്ഞു. അവർക്ക് ഈ ആചാര്യമാർക്കൊക്കെ ഓർത്ത് വെക്കാൻ വേണ്ടിയിട്ടുള്ള എളുപ്പത്തിന് വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് ഈ വലിയ വലിയ വേറെ ടേംസ് നമ്മൾ SI യൂണിറ്റിൽ അല്ലാണ്ട് വേറെ ടേംസിൽ കൺവേർട്ട് ചെയ്യുന്നത്. SI യൂണിറ്റിൽ വരുമ്പോഴത്തേക്ക് എന്താണ്, ലെങ്ത്തിന്റെ യൂണിറ്റ് മീറ്റർ ആണ്, അല്ലെ? ടൈമിന്റെ യൂണിറ്റ് സെക്കൻഡ് ആണ്. പിന്നെ ലെങ്ത്തും ടൈമും പിന്നെന്തായിരുന്നു ഉണ്ടായത്, MKS അല്ലേ? കിലോഗ്രാം. മാസിന്റെ യൂണിറ്റ് കിലോഗ്രാം. MKS അല്ലേ പറയാം നമ്മൾ സാധാരണ SI യൂണിറ്റ്. ഓക്കെ. അപ്പൊ മീറ്ററിൽ, സെക്കൻഡിൽ, കിലോഗ്രാമിലൊക്കെ പറയാം. പക്ഷെ നമ്മൾ ചിലപ്പോൾ സെക്കൻഡിൽ നമ്മൾ സമയം പറയാറില്ലല്ലോ ഒരിക്കലും. നമ്മളിപ്പോ നമ്മളുടെ ഒരാൾ വന്നിട്ട് സമയം ചോദിക്കുകയാണെങ്കിൽ നമ്മൾ പറയും 5 മണി കഴിഞ്ഞു എന്നൊക്കെയല്ലേ പറയാം. അല്ലാണ്ട് നമ്മൾ ഇത്ര സെക്കൻഡ് കഴിഞ്ഞു എന്നല്ലല്ലോ പറയാം. അല്ലെ 5 മണിക്കൂർ ആയി ഞാൻ ഇവിടെ നിൽക്കുന്നു എന്നൊക്കെയാണ് പറയാം. നിങ്ങളെ ഫ്രണ്ട്സ് നിങ്ങളെ എവിടെയെങ്കിലും പോസ്റ്റ് ആക്കിപ്പിച്ച് കഴിഞ്ഞാല് നിങ്ങൾ ഫ്രണ്ട്സിനടുക്ക് പറയടാ ഞാൻ എത്ര മണിക്കൂറുകളായി ഞാൻ ഇവിടെ നിൽക്കുന്നതെന്ന് പറയും. അല്ലാണ്ട് നമ്മൾ ഞാൻ ഒരു 3600 സെക്കൻഡായി ഇവിടെ കാത്തു നിൽക്കാൻ തുടങ്ങിയിട്ട് നമ്മൾ ഒരിക്കലും പറയാറില്ല, അല്ലെ? കാരണം എന്ന് വെച്ചാൽ നമ്മളുടെ ആ ടൈമിനെ നമ്മൾ സെക്കൻഡിൽ ഒരിക്കലും അന്നേരത്തെ നമ്മൾ വിശേഷിപ്പിക്കാറില്ല. നമ്മൾ മേ ബി ഹവേഴ്സിലായിരിക്കും പറയാ. കാരണം പറയാനുള്ള ഒരു എളുപ്പത്തിന് വേണ്ടിയിട്ടല്ലേ, നമുക്ക് ഓർത്ത് വെക്കാനുള്ള ഒരു എളുപ്പത്തിന് വേണ്ടി നമ്മൾ ചെയ്യുന്ന പരിപാടിയാണ്. അപ്പൊ അതേപോലെ തന്നെയാണ് നമ്മളെ സ്പേഷ്യൽ എക്സ്റ്റെന്റ്. അത് പറയുമ്പോഴത്തേക്ക് നമ്മൾ ഇവിടം വരെ എത്തിയല്ലേ. സ്പേഷ്യൽ എക്സ്റ്റെന്റിനെയാണ് നമ്മൾ കാറ്റഗറി A, B ആക്കിയിട്ട് തരംതിരിച്ചിട്ടുള്ളത്. എക്സാമ്പിൾ പറയുകയാണെങ്കിൽ മിക്കവാറും നമ്മൾ സ്പേസ് പറയുകയാണെങ്കിൽ ഒരു 50 ഹെക്ടർ എന്നൊക്കെ പറയുന്നു. 50 ഹെക്ടർ എന്നൊക്കെ പറയുന്ന ഒരു വാസ്റ്റ് ഏരിയ ആയി.
സോ ആ 50 ഹെക്ടർ അങ്ങനെയൊക്കെ പറയുന്നതാണ് നമ്മൾ സ്പേഷ്യൽ എക്സ്റ്റെൻഡ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. സോ ഒന്നത് അപ്പൊ അത് ഓരോ പ്രൊജക്റ്റിനെ ബേസ് ചെയ്തിട്ട് മാറിക്കൊണ്ടിരിക്കുക. 50 ഈ സ്പേഷ്യൽ എക്സ്റ്റെൻഡ് ഞാനിപ്പോ ഒരു 50 എന്ന് പറഞ്ഞൊരു ലിമിറ്റ് വെച്ചിട്ട് ആ ലിമിറ്റ് ആയിരിക്കണം എല്ലാ പ്രൊജക്റ്റിനൊന്നും ഒന്നുമില്ല. മൈനിങ് പ്രൊജക്റ്റിന് വേറെ ആയിരിക്കും, ഇലക്ട്രിസിറ്റി ജനറേഷന് വേറെ ആയിരിക്കും, പവർ പ്ലാന്റിന് വേറെ ആയിരിക്കും, ന്യൂക്ലിയർ പവർ പ്ലാന്റിന് വേറെ ആയിരിക്കും. സ്പേഷ്യൽ എക്സ്റ്റെൻഡ് ഡിപ്പെൻഡഡ് ആണ്. ഓക്കെ, അതുകൊണ്ടാണ് ഞാൻ ജസ്റ്റ് സ്പേഷ്യൽ എക്സ്റ്റെൻഡ് എന്ന് പറഞ്ഞിട്ട് എക്സ്റ്റെൻഡ് തൊട്ട് അവിടെ നിർത്തിയത്. നെക്സ്റ്റ് നമ്മൾ ടോപ്പിക് എടുക്കുകയാണെങ്കിൽ അടുത്ത വരുന്നത് എന്ത് വെച്ചിട്ടായിരിക്കും, ഒന്ന് എത്രത്തോളം സ്ഥലം ഇത് യൂട്ടിലൈസ് ചെയ്യുന്നു. ഓക്കെ, നെക്സ്റ്റ് വരുന്നത് നമ്മൾ മെയിൻ കോൺസെൻട്രേഷൻ എവിടെയാണ്, ഇമ്പാക്റ്റിനെയാണ്. സോ നമ്മളുടെ പ്രൊജക്ട് എത്രത്തോളം ഇമ്പാക്ട് ഉണ്ടാക്കുന്നുണ്ട്, ഇമ്പാക്ട് ഓൺ നാച്ചുറൽ ആൻഡ് മാൻ മെയ്ഡ് റിസോഴ്സസ്. നമ്മളുടെ നാട്ടിൽ കാണുന്ന നാച്ചുറൽ ആയിട്ടുള്ള റിസോഴ്സസ് ഉണ്ട്, മാൻ മെയ്ഡ് റിസോഴ്സസ് ഉണ്ട്. നാച്ചുറൽ ആയിട്ട് കാണപ്പെടുന്നതാണ് നമ്മളുടെ മരവും അരുവിയും പുഴയും കായലും അങ്ങനത്തെ സാധനങ്ങളൊക്കെ. മാൻ മെയ്ഡ് റിസോഴ്സസിൽ വരുന്നതാണ് നമ്മളെ പല പല കൺസ്ട്രക്ഷൻ, നമ്മളെ വീടുകൾ, ഇതൊക്കെ നമ്മളെ മാൻ മെയ്ഡ് റിസോഴ്സസ്, മനുഷ്യന്മാർ ഉണ്ടാക്കിയ റിസോഴ്സ് ആണ്. ഇത് രണ്ടിൻ്റെ അകത്തും എങ്ങനെ ഇത് എഫക്ട് ചെയ്യുന്നു എന്നുള്ളതിനാണ് നെക്സ്റ്റ് കാറ്റഗറിയിൽ നമ്മൾ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. ഓക്കെ, സോ ഹൗ മച്ച് ഇമ്പാക്ട് എ പ്രൊജക്ട് വിൽ ബി ഇമ്പോസ്ഡ് അപ്പോൺ നാച്ചുറൽ റിസോഴ്സസ് ഓർ അതർവൈസ് മാൻ മെയ്ഡ് റിസോഴ്സസ്, രണ്ടിനെയും നമ്മൾ കൺസിഡർ ചെയ്യണം. അപ്പൊ അത് രണ്ട് കൺസിഡർ ചെയ്യുന്ന നെക്സ്റ്റ് അത് വെച്ചിട്ടാണ് നമ്മൾ അടുത്ത കാറ്റഗറിയിലേക്ക് പോകുന്നത്. ആൻഡ് നെക്സ്റ്റ് ഈസ് നമ്മളുടെ ഇമ്പാക്ട് ഓഫ് ഹ്യൂമൻ ഹെൽത്ത്. മനുഷ്യന്മാരുടെ ഹെൽത്തിനെ എത്രത്തോളം അത് ഇമ്പാക്ട് ചെയ്യുന്നുണ്ട്. അതായത് എനി ഹെൽത്ത് ഇഷ്യൂസ്, ഹെൽത്ത് റിലേറ്റഡ് ഇഷ്യൂസ് ഇങ്ങനെ ഒരു പ്രൊജക്ട് വന്നു കഴിഞ്ഞാൽ ഉണ്ടാവാൻ സാധ്യതയുണ്ടോ, ആൻഡ് ഹൗ മച്ച് എക്സ്റ്റെൻഡ് ഇറ്റ് വിൽ ബി. അതിനൊക്കെ ബേസ് ആയിട്ടാണ് നമ്മൾ ഈ കാറ്റഗറിയിലെ രണ്ടാമത് തരംതിരിച്ചിട്ടുള്ളത്. ആൻഡ് ലാസ്റ്റ് എന്ന് വെച്ചാൽ ഇമ്പാക്ട് ഓൺ അതർ ബയോട്ടിക് ഓർഗാനിസംസ്, അതർ ലിവിങ് ഓർഗാനിസംസ്. നമ്മളെ മനുഷ്യന്മാരുടെ കാര്യം മാത്രം നോക്കിയാൽ പോരല്ലോ, ഇവിടെ ജീവികൾക്ക് താമസിക്കണമല്ലോ. നമ്മൾ വെച്ചാൽ ഒരു ഫുഡ് ചെയിൻ ആണ് മൊത്തത്തിലല്ലേ. നമുക്കിപ്പം ചിക്കൻ ഇല്ലാണ്ട് നമ്മളെ നാട്ടിൽ ജീവിക്കാൻ പറ്റില്ല. ചിക്കൻ നമുക്കെല്ലാം ശനിയാഴ്ച ഞായറാഴ്ച ഒക്കെ ചിലപ്പം കഴിക്കേണ്ടി വരും. അപ്പം മനുഷ്യന്മാരുടെ ഹെൽത്ത് മാത്രം നോക്കിയിട്ട് കാര്യമില്ല, നമ്മളുടെ ബാക്കിയുള്ള ലിവിങ് ഓർഗാനിസത്തിന്റെ ഇമ്പാക്റ്റും കൂടി നമ്മൾ കൺസിഡർ ചെയ്യണം. കാരണം അവരും കൂടി ഉണ്ടെങ്കിലേ നമുക്ക് മര്യാദയ്ക്ക് മുന്നോട്ടേക്ക് പോകാൻ പറ്റുള്ളൂ. അപ്പൊ അങ്ങനത്തെ കുറെ പ്രശ്നങ്ങളൊക്കെ ഉള്ളത് കൊണ്ടാണ് നമ്മൾ ഈ ഒരു കാറ്റഗറിനെ നമ്മൾ രണ്ട് കാറ്റഗറി ആയിട്ട് ബേസ് ചെയ്തിട്ടുണ്ട്. സോ കാറ്റഗറി എ വിൽ ബി എപ്പോഴും എന്തായിരിക്കും, കേട്ടാൽ തന്നെ മനസ്സിലാവും, സെൻട്രൽ ഗവൺമെന്റിന്റെ കയ്യിലാണ് അതിന്റെ പവർ എങ്കിൽ അത് സാങ്ഷൻ ചെയ്യേണ്ട ആൾ സെൻട്രൽ ഗവൺമെന്റ് ആണെങ്കിൽ അത് അത്രയും കീൻ ഇമ്പോർട്ടൻസ് ഉള്ള ഒരു കാറ്റഗറി ആയിരിക്കണം. കാരണം അത്രയും വൾണറബിൾ ആയിരിക്കണം അതിന്റെ ഇമ്പാക്ട്സ് എന്ന് പറയുന്നത്. അതുകൊണ്ടായിരിക്കും അത് ഡയറക്റ്റ് സെൻട്രൽ ഗവൺമെന്റിന്റെ പരിധിയിൽ വരുന്നത്. നേരെ മറിച്ച് സ്റ്റേറ്റ് ഗവൺമെന്റ് എന്ന് വെച്ചാൽ സ്റ്റേറ്റ് ഗവൺമെന്റ് നമ്മൾ ആ ഒരു സ്റ്റേറ്റിനെ സംബന്ധിച്ചിടത്തോളം മാത്രമായിരിക്കും മിക്കവാറും അതുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള പ്രോബ്ലംസ് മിക്കവാറും ഉണ്ടാകുക. ഓക്കെ, അതിന്റെ ഇമ്പാക്ട് എന്ന് വെച്ചാൽ അത്രത്തോളം ഉണ്ടാവാൻ സാധ്യതയില്ല, കുറച്ച് കുറവായിരിക്കും. അപ്പൊ അതിൽ വരുന്നതാണ് നമുക്കൊരു ബെസ്റ്റ് എക്സാമ്പിൾ പറയാനാണെങ്കിൽ നമ്മൾ പഠിച്ച ഒരു കാര്യം തന്നെയുണ്ട്. ആ പഠിച്ച കാര്യത്തിൽ വരുന്നതാണ് ഭോപ്പാൽ ദുരന്തം. ഭോപ്പാൽ ദുരന്തം വന്നപ്പോഴേക്ക് ആ ഭോപ്പാൽ എന്ന് പറഞ്ഞ ആ ഒരു സ്ഥലത്ത് മാത്രമായിട്ട് ഒതുങ്ങിക്കൂടിയ ഒരു പ്രശ്നമായിരുന്നു. നേരെ മറിച്ച് നമ്മൾ ഷെർണോബിൽ ഒക്കെ നോക്കുകയാണെങ്കിൽ, ഷെർണോബിൽ എന്ന് പറയുന്നത് ആ ഒരു ഏരിയയിൽ മാത്രമായിരുന്നില്ല, അത് റിലേറ്റ് ചെയ്തിട്ട് ഒരുപാട് വേറെ കൺട്രീസിനെ വരെ അത് അഫക്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു അല്ലെ. ആ റേഡിയേഷൻ എന്ന് പറയുന്ന സാധനം അത്രയും എഫക്റ്റഡ് ആയിരുന്നു. സോ ഷെർണോബിൽ എന്ന് പറഞ്ഞ സാധനം കാറ്റഗറി എയിൽ വരും. നേരെ മറിച്ച് നമ്മളെ ഭോപ്പാലൊക്കെ ഉള്ള ഇൻഡസ്ട്രീസ് എന്നൊക്കെ പറയുമ്പോൾ കാറ്റഗറി ബിയിലായിരിക്കും മിക്കവാറും വരിക. അപ്പൊ ഇത്രയാണ് നമുക്ക് ഇതിന്റെ EIA പ്രൊസീജിയേഴ്സ് ഇൻ ഇന്ത്യയിലെ ഫസ്റ്റ് ബേസ് ആവശ്യമായിട്ടുള്ള കാര്യം. There are two categories. Category A will be sanctioned by central government and category B will be sanctioned by state government. A will be vulnerable to impact and B will be
less vulnerable to environmental impact. And both of these need to be get sanctioned from get environmental clearance. നമ്മൾ environmental clearance കിട്ടാൻ വേണ്ടി നമ്മൾ ഈ രണ്ട് കാറ്റഗറിയിൽ പോകേണ്ടി വരും. ആൻഡ് ദർ ഈസ് ഓൾസോ തേർഡ് കാറ്റഗറി, അതാണ് കാറ്റഗറി സി. അതെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്, നമ്മൾ സാധാരണ ഒരു പെട്ടിപ്പുഴ തുടങ്ങുകയാണ്. അങ്ങനത്തെ കേസിൻ്റെ അകത്തൊക്കെ നമുക്ക് സാധാരണ ഒരു പലചരക്ക് കട തുടങ്ങുകയാണ്. അങ്ങനത്തെ കേസിൻ്റെ അകത്തൊക്കെ നമുക്ക് ഈ എൻവയോൺമെന്റൽ ഇമ്പാക്ട് അസസ്മെന്റ് എന്ന് പറഞ്ഞ ഒരു പ്രോസസ്സ് നമുക്ക് ആവശ്യമില്ല. ഡയറക്റ്റ് ഒരു NOC കിട്ടിയാൽ തീരുന്ന പ്രശ്നമുള്ളൂ. സാധാരണ രീതിയിൽ നാട്ടുകാരടിക്കുന്നു അല്ലെങ്കിൽ നമ്മളുടെ പൊല്യൂഷൻ കൺട്രോൾ ബോർഡിനടിക്കുന്നു ജസ്റ്റ് ഒരു NOC കിട്ടിയാൽ മതി. അങ്ങനത്തെ കേസസ് ആണ്, അങ്ങനത്തെ പ്രൊജക്ട്സ് ആണെങ്കിൽ. അപ്പൊ അതാണ് കാറ്റഗറി സിയിൽ വരുന്നത്. കാറ്റഗറി സി ഈസ് നോട്ട് അപ്പോൺ അവർ ഇൻട്രസ്റ്റ്. നമുക്ക് വേണ്ടതെന്ന് വെച്ചാൽ EIA പ്രൊസീജിയർ ഇൻ ഇന്ത്യ ആണ്. സോ EIA വരുന്ന ഭാഗങ്ങൾ മാത്രം നോക്കിയാൽ മതി. കാറ്റഗറി എ ആൻഡ് കാറ്റഗറി ബി. ഇനി എന്തൊക്കെയാണ് ഇതിൻ്റെ അകത്തുള്ള ഷെഡ്യൂൾ, എന്തൊക്കെയാണ് ചെയ്യുന്നത് എന്നുള്ളത് 4 ഷെഡ്യൂൾ ആയിട്ടാണ് ഇതിനെ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത്. മിക്കവാറും സാധനങ്ങളൊക്കെ ഞാൻ പറഞ്ഞു സെൻട്രൽ ഗവൺമെന്റ് ആണ് അപ്രൂവ് തരേണ്ടത്. പക്ഷെ ചിലതെന്ന് വെച്ചാൽ സ്റ്റേറ്റ് ഗവൺമെന്റ് തന്നാൽ മതി. ഓക്കെ, സ്റ്റേറ്റ് ഗവൺമെന്റ് സെൻട്രൽ ഗവൺമെന്റ് സ്റ്റേറ്റ് ഗവൺമെന്റിനൊക്കെ പറയും ഇത് നിങ്ങളായിട്ട് തന്നെ ചെയ്തു തീർക്കേണ്ട പ്രശ്നങ്ങൾ. നമ്മൾ ചില അടിപിടിയൊക്കെ ഉണ്ടായി കഴിഞ്ഞാൽ പറയില്ലേ, അത് നീ ആയിട്ട് തന്നെ തീർക്കേണ്ട പ്രശ്നമുള്ളൂ, ഞാൻ വരേണ്ട ആവശ്യമില്ല എന്ന് പറയുന്ന പോലെ തന്നെ സെൻട്രൽ ഗവൺമെന്റ് ചില പ്രൊജക്ട് കണ്ടു കഴിഞ്ഞാൽ പറയും സ്റ്റേറ്റ് ഗവൺമെന്റ് എടുക്കുക അത് നിങ്ങളായിട്ട് തന്നെ തീർത്തോ, ഞങ്ങളത് ഇടപെടേണ്ട ആവശ്യം വരുന്നില്ല എന്ന്. അതേപോലെയാണ് ഈ ഒരു കഥയും പോകുന്നത്. സോ നമുക്ക് ബേസിക്കലി ഉള്ളത് കുറച്ച് ഷെഡ്യൂൾസ് ഉണ്ട്. ഷെഡ്യൂൾ 1 പറയുന്നത് വെച്ചാൽ എന്തൊക്കെയാണ് ലിസ്റ്റ് ഓഫ് പ്രൊജക്ട്സ് റിക്വയറിംഗ് എൻവയോൺമെന്റൽ ക്ലിയറൻസ്. ഈ എൻവയോൺമെന്റ് ക്ലിയറൻസ് എന്ന് പറഞ്ഞ സാധനം അല്ലെങ്കിൽ EIA പ്രൊസീജിയർ നടത്താൻ വേണ്ടിയിട്ട് കുറച്ച് ഷെഡ്യൂൾസ് ഉണ്ട്. ഫസ്റ്റ് തന്നെ അവർ ചെക്ക് ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ എത്ര ആൾക്കാർ ഉണ്ട് ഇത് പ്രൊജക്റ്റുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ളത്. സോ ലിസ്റ്റ് ഓഫ് projects requiring environmental clearance കിട്ടാൻ വേണ്ടിയിട്ട് എത്ര ആൾക്കാർ ഉണ്ട് ഫ്രം സെൻട്രൽ ഗവൺമെന്റ് ആണ്. നമുക്ക് ഒരുപാട് അപേക്ഷകൾ ഉണ്ടാവും. ആ അപേക്ഷകളൊക്കെ നമ്മൾ ആദ്യം തന്നെ ചെയ്യുന്നത് വെച്ചാൽ ഫസ്റ്റ് ഷെഡ്യൂളിൽ നമ്മൾ ചെയ്യുന്നത് ഏതൊക്കെയാണ് സെൻട്രൽ ഗവൺമെന്റിന് വേണ്ടത് ക്ലിയറൻസ് ചെയ്യേണ്ടത്, ഏതൊക്കെയാണ് സ്റ്റേറ്റ് ഗവൺമെന്റ് ക്ലിയറൻസ്, അതായത് കാറ്റഗറി വൈസ് ഡിവൈഡ് ചെയ്യുക എന്നുള്ളതാണ് ഫസ്റ്റ് പ്രോസസ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് പ്രോസസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവർ ആദ്യം അത് ചെയ്തു വെച്ചിട്ടുണ്ടാവും. ഏതൊക്കെയാണ് ഇപ്പോൾ ഇത്ര ഹെക്ടറിൽ വരുന്നതൊക്കെ സെൻട്രൽ ഗവൺമെന്റിന് വരേണ്ടതാണ്, ആൻഡ് ഇത്ര ഹെക്ടറിൽ താഴത്ത് വരുന്നതാണെങ്കിൽ അത് സ്റ്റേറ്റ് ഗവൺമെന്റ്. സെൻട്രൽ ഒരു മാനദണ്ഡം അവിടെ ഓൾറെഡി ആ ഷെഡ്യൂളിൽ നമ്മൾ ചെയ്തു വെച്ചിട്ടുണ്ടാവും. ഇവിടെ സെൻട്രൽ, ഇവിടെ സ്റ്റേറ്റ്. സോ നമ്മൾ ഓരോന്നും എടുത്ത് ഇവിടെ വെച്ചിട്ടുണ്ടാവും. എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നമ്മളെ ഈ പെട്രോളിയം ഇൻഡസ്ട്രീസ് ഒക്കെ പെട്രോൾ ഖനനം ചെയ്യുന്നതൊക്കെ എന്തായാലും അത് ഫുൾ പോവുക സെൻട്രൽ ഗവൺമെന്റിന്റെ കീഴിലായിരിക്കും. പെട്രോളിയം ഇൻഡസ്ട്രീസ് മോസ്റ്റ് ഓഫ് ദ പെട്രോളിയം ഇൻഡസ്ട്രീസ് വിൽ ബി സീക്കിംഗ് the environmental clearance from central government itself. എന്തായാലും സെൻട്രൽ ഗവൺമെന്റിന്റെ കയ്യിലേ അത് പോകും. സ്റ്റേറ്റ് ഗവൺമെന്റിന് അതിന് യാതൊരു പങ്കും ഉണ്ടാവില്ല, കാരണം അത് അത്രയും വൾണറബിൾ ടു ഇമ്പാക്ട് ആണ്. അതേസമയം സ്റ്റേറ്റ് ഗവൺമെന്റിന്റെ കീഴിൽ വരുന്ന നമ്മൾ സാധാരണ ക്വാറികളൊക്കെ അല്ലെ സാധാരണ രീതിയിലുള്ള മൈനിങ് പ്രോസസ്സ് അതൊക്കെ നമ്മൾ സ്റ്റേറ്റ് ഗവൺമെന്റിന്റെ കീഴിൽ തീർക്കാനേ ഉള്ളൂ. നമ്മളെ നാട്ടിൻ പുറത്തൊക്കെ കാണുന്ന കല്ല് ചെത്തുന്ന സ്ഥലങ്ങളും ക്വാറികളും പാറ പൊട്ടിക്കുന്ന സ്ഥലങ്ങളൊക്കെ. ഓക്കെ, അത് ഞാൻ ജസ്റ്റ് ഒരു എക്സാമ്പിൾ പറഞ്ഞതേ ഉള്ളൂ. അത് അവർ ആദ്യം ലിസ്റ്റ് ഔട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടാവും. അതാണ് ഷെഡ്യൂൾ 1 എന്ന് പറയുന്നത്. സോ ഇങ്ങനെ 1, 2, 3 ഇട്ടിട്ട് അവർ അത് ലിസ്റ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടാവും ഏതൊക്കെയാണ് സെൻട്രൽ ഗവൺമെന്റിൽ പോകേണ്ടത്, ഏതൊക്കെയാണ് സ്റ്റേറ്റ് ഗവൺമെന്റിൽ പോകേണ്ടത്. സോ അതാണ് ഫസ്റ്റ് സ്റ്റേജ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് വരുന്നത് വെച്ച് കഴിഞ്ഞാൽ ഇപ്പൊ നമ്മളാണ് ചെയ്യുന്നതെങ്കിൽ ഒരു പ്രൊജക്ട് ചെയ്യുന്നതെങ്കിൽ അതാണ് അടുത്ത സ്റ്റേജ്, ഷെഡ്യൂൾ 2. Schedule 2 is basically consisting of application form. ആർക്കാണോ ഈ സാങ്ഷൻ കിട്ടേണ്ടത് അല്ലെങ്കിൽ നമ്മൾ പറയുന്ന നമ്മളെ ഇൻവെസ്റ്റർ ആരാണോ ഈ കമ്പനിയിൽ ഇൻവെസ്റ്റ് ചെയ്തത് അയാൾ ഒരു അപ്ലിക്കേഷൻ ഫോം ഫില്ല് ചെയ്ത് കൊടുക്കണം. അപ്ലിക്കേഷൻ ഫോം ഫില്ല് ചെയ്തിട്ട്
എന്തിനു വേണ്ടിയിട്ട് ഈ എൻവയോൺമെന്റ് കിട്ടാൻ വേണ്ടിയിട്ട് എൻവയോൺമെന്റൽ ക്ലിയറൻസ് കിട്ടാൻ വേണ്ടി അയാൾ ഒരു ആപ്ലിക്കേഷൻ ഫോം ഫില്ല് ചെയ്യണം. ഇത് സബ്മിറ്റ് ചെയ്യേണ്ടതായിരിക്കാന്ന് വെച്ച് കഴിഞ്ഞാൽ സബ്മിറ്റ് ടു യൂണിയൻ മിനിസ്ട്രി ഓഫ് എൻവയോൺമെന്റ് ആൻഡ് ഫോറസ്റ്റ് എന്ന് പറയും. യൂണിയൻ മിനിസ്ട്രി ഓഫ് എൻവിറോൺമെന്റ് ആൻഡ് ഫോറസ്റ്റ്. എൻവയോൺമെന്റും ഫോറസ്റ്റിന്റെയും ഒരു യൂണിയൻ മിനിസ്ട്രി ഉണ്ട്. അതിന്റെ ഷോർട്ട് ഫോം എന്ന് പറയുന്നത് MOEF എന്നാണ്. അതായത് മിനിസ്ട്രി ഓഫ് എൻവയോൺമെന്റ് ആൻഡ് ഫോറസ്റ്റ്, അതാണ് MOEF. ഇവർക്കായിരിക്കും നമ്മൾ എപ്പോഴും ഈ ഫോം എന്തായാലും സബ്മിറ്റ് ചെയ്യേണ്ടത് ഇവർക്ക് വേണ്ടിയിട്ടാണ്. ഇവരുടെ വെബ്സൈറ്റിൽ കയറിയിട്ട് വേണം നമുക്ക് നമ്മളെ പ്രൊജക്ട് എന്താണെന്നും അതിന്റെ ഡീറ്റെയിൽസ് ഒക്കെ വെച്ചിട്ട് ഫോം ഫില്ല് ചെയ്ത് കൊടുക്കാൻ. ഇവരാണ് ഇത് സ്റ്റേറ്റ് ഗവൺമെന്റ് കാറ്റഗറി എയിൽ വരുന്നതാണോ കാറ്റഗറി ബിയിൽ വരുന്നതാണോ എന്ന് വെച്ചിട്ട് അത് നിങ്ങളുടെ പറഞ്ഞു തരുന്നു. ഓക്കെ, അപ്പൊ നമ്മൾ സ്റ്റേറ്റിനെ കണ്ടാൽ മതിയെങ്കിൽ നമുക്ക് നേരെ സ്റ്റേറ്റിന്റെ അടുത്തേക്ക് പോയാൽ മതി. സെൻട്രൽ ഗവൺമെന്റിനെ കാണണമെങ്കിൽ നേരെ സെൻട്രൽ ഗവൺമെന്റിന്റെ അടുത്തേക്ക് തന്നെ ആപ്ലിക്കേഷനുമായിട്ട് കൊണ്ടുവരും. സോ ഷെഡ്യൂൾ 2 വരുന്നത് ഈ ആപ്ലിക്കേഷൻ ഫോം ആണ്. ഈ ആപ്ലിക്കേഷൻ ഫോം നമ്മൾ ഫില്ല് ചെയ്ത് കൊടുക്കേണ്ടത് യൂണിയൻ മിനിസ്ട്രി ഓഫ് എൻവയോൺമെന്റ് ആൻഡ് ഫോറസ്റ്റിനാണ്. ഈ ഒരു മിനിസ്ട്രി ഓഫ് എൻവയോൺമെന്റ് ആൻഡ് ഫോറസ്റ്റിനെയാണ് നമ്മൾ MOEF എന്ന് വെച്ചിട്ട് ഷോർട്ട് ഫോം ആയിട്ട് പറയാറ്. ഇനി നെക്സ്റ്റ് ഉള്ളത് ഷെഡ്യൂൾ 3 ആണ്. ഷെഡ്യൂൾ 3 എന്ന് വരുന്നത് ഫോർമുലേഷൻ ഓഫ് എ കമ്മിറ്റി, എക്സ്പേർട്ട് കമ്മിറ്റിനെ ഉണ്ടാക്കിയെടുക്കല്. ഫോർമുലേഷൻ ഓഫ് എക്സ്പേർട്ട് കമ്മിറ്റി, ഒരു കമ്മിറ്റീനെ ഉണ്ടാക്കിയെടുക്കും. ആ കമ്മിറ്റിയിൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരുപാട് എക്സ്പേർട്സ് ഉണ്ടാവും. അതായത് പല ഡിസിപ്ലിനിലുള്ള ആൾക്കാർ ഇതിൻ്റെ അകത്ത് അടങ്ങിയിട്ടുണ്ടാവും. എക്സ്പേർട്സ് ഫ്രം വേരിയസ് ഡിസിപ്ലിൻസ്. എക്സ്പേർട്സ് ഫ്രം വേരിയസ് ഡിസിപ്ലിൻസ് ഇവിടെ ഉണ്ടാവും. എന്ന് വെച്ചാൽ ഉദ്ദേശിക്കുന്നത് എയർ പൊല്യൂഷൻ ആയിട്ട് റിലേറ്റ് ചെയ്ത ആൾക്കാരുണ്ടാവും, എയർ പൊല്യൂഷൻ റിലേറ്റഡ് ആൾക്കാർ അവിടെ ഉണ്ടാവും, മേ ബി റിസ്ക് അനാലിസിസ് നടത്തുന്ന ആൾക്കാർ അവിടെ ഉണ്ടാവും, ഓർ സോഷ്യൽ സർവീസ് ചെയ്യുന്ന ആൾക്കാർ. സോഷ്യൽ സർവീസ് ചെയ്യുന്ന ആൾക്കാർ എന്ന് വെച്ചാൽ നമ്മളെ മന്ത്രിമാരും കാര്യങ്ങളൊക്കെ ചിലപ്പോൾ അതിൻ്റെ അകത്ത് ഉണ്ടാവും, അല്ലെ പല മെമ്പർമാരായിരിക്കും, അങ്ങനത്തെ ആൾക്കാർ. പിന്നെ പല നോൺ ഗവൺമെന്റൽ ഓർഗനൈസേഷൻ വരുന്ന ആൾക്കാരുണ്ടാവും, NGO, ആൻഡ് പല എക്കണോമിസ്റ്റുകൾ ഉണ്ടാവും, സാമ്പത്തിക ശാസ്ത്രം പഠിച്ച കുറെ ആൾക്കാർ, അല്ലെങ്കിൽ വാട്ടർ പൊല്യൂഷൻ റിലേറ്റ് ചെയ്തിട്ടുള്ള ആൾക്കാർ, അതായത് വാട്ടർ അതോറിറ്റി എന്നുള്ള ആൾക്കാർ. ഇങ്ങനത്തെ കുറെ ആൾക്കാരുടെ ഒരു കമ്മിറ്റി മെമ്പേഴ്സ് ഫോം ചെയ്യലാണ് ഷെഡ്യൂൾ 3 വരുന്നത്. ആൻഡ് ദിസ് ഇസ് ദ തേർഡ് ഷെഡ്യൂൾ വിച്ച് മെയിൻലി ഫോക്കസ് ഓൺ ഫോർമുലേഷൻ ഓഫ് എക്സ്പേർട്ട് കമ്മിറ്റി. നമ്മൾ ഓരോ ഏത് രീതിയിലുള്ള പ്രൊജക്റ്റ് ആണോ ആ രീതിക്ക് വേണ്ട ആൾക്കാർ, പല ഡിസിപ്ലിനിലുള്ള ആൾക്കാർ. പല ഡിസിപ്ലിൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത് പല പല ഏരിയാസ് എന്നാണ് ഡിസിപ്ലിൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതായത് നമ്മളെ എഞ്ചിനീയറിംഗിന്റെ പല ഡിസിപ്ലിൻസ് ആണ് നമ്മളുടെ മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ്, സിവിൽ എഞ്ചിനീയറിംഗ്, കമ്പ്യൂട്ടർ സയൻസ്, അങ്ങനെ പറയുന്നത്. അപ്പൊ അതേപോലെ തന്നെ എക്സ്പേർട്സ് ഫ്രം വേരിയസ് ഡിസിപ്ലിൻ എന്ന് പറഞ്ഞാൽ പല പല ഏരിയയിലുള്ള ആൾക്കാർ തന്നെയാണ് ഉദ്ദേശിക്കുന്നത്. സോ അവരൊക്കെ കൂടിയിട്ട് ഉണ്ടാവും. ആൻഡ് ലാസ്റ്റ് ഉള്ളതാണ് നമ്മളുടെ ഫൈനൽ അപ്രൈസൽ. അതാണ് 4th ഷെഡ്യൂൾ. ഷെഡ്യൂൾ 4 വിൽ ബി അപ്രൈസൽ, അതായത് സാങ്ഷൻ കൊടുക്കുന്ന പരിപാടി. ഈ പ്രൊസീജിയർ ഒക്കെ കഴിഞ്ഞു കഴിഞ്ഞാലാണ് നമുക്ക് നമ്മളുടെ ഒരു പ്രോജക്റ്റ് മുന്നോട്ടേക്ക് കൊണ്ടുപോകാൻ പറ്റുമോ ഇല്ലയോ എന്നുള്ള കാര്യങ്ങളൊക്കെ നോക്കുന്നത്. ഓക്കെ, ഈ കമ്മിറ്റി ഒക്കെ ആൾക്കാരൊക്കെ ഇടപെട്ട് ചർച്ച ചെയ്ത് തീരുമാനിച്ചതിന് ശേഷം മാത്രമേ നമുക്കൊരു ഉറപ്പിലേക്ക് എത്താൻ പറ്റുള്ളൂ. ഇത് നമുക്ക് മുന്നോട്ടേക്ക് കൊണ്ടുപോകാൻ പറ്റുമോ ഇല്ലയോ എന്നുള്ള ഉറപ്പ് കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ പരിപാടികളൊക്കെ ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് നോക്കാം, ഇനി ഒരു 2-3 ലിസ്റ്റ് ഓഫ് പ്രൊജക്റ്റ് എടുത്ത് നോക്കാം എങ്ങനെയാണ് ഈ കാറ്റഗറീനെ ചെയ്തിട്ടുള്ളത്. സോ ലിസ്റ്റ് ഓഫ് പ്രൊജക്റ്റ് അണ്ടർ കാറ്റഗറി A and B. സോ അത് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ഞാൻ പ്രൊജക്റ്റിന്റെ ഡീറ്റെയിൽസ് ആദ്യം ലെഫ്റ്റ് സൈഡിൽ എഴുതുന്നുണ്ട്.
പ്രൊജക്റ്റിന്റെ പേര് അവിടെ കിടക്കട്ടെ. റൈറ്റ് സൈഡിൽ കാറ്റഗറി എ ആൻഡ് കാറ്റഗറി ബി. സോ നമുക്കൊന്ന് നോക്കി നോക്കാം ഓരോ പ്രൊജക്റ്റുകൾ എങ്ങനെയാണ് ഇടുന്നതെന്നുള്ളത്. ഫസ്റ്റ് ഞാൻ എടുക്കുന്ന മൈനിങ് ഓഫ് മിനറൽസ് ആണെന്ന് വിചാരിക്കും. മിനറൽസ് മൈൻ ചെയ്യുന്നത് മെയിനായിട്ട് നമ്മൾ എങ്ങനെ ഒരു ലാൻഡ് ഏരിയയിലാണ്, അല്ലെ? ഒരു വാസ്റ്റ് ഏരിയയിൽ നമ്മൾ സ്വന്തമായിട്ട് അവിടെ നമ്മളുടെ ഒരു ആധിപത്യം സ്ഥാപിച്ചിട്ട് ചെയ്യുന്ന ഒരു പ്രൊജക്റ്റ് ആണ് ഈ മൈനിങ് എന്ന് പറയുന്നത്. സോ അത് കാറ്റഗറി എയിൽ എപ്പോഴാണ് വരിക എന്ന് വെച്ചാൽ വെൻ അവർ ദ ഏരിയ ഈസ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 50 ഹെക്ടർ. 50 ഹെക്ടറിനെക്കാട്ടും കൂടുതലാണ് ഏരിയ എങ്കിൽ അത് കാറ്റഗറി എയിൽ വരുന്ന പ്രൊജക്റ്റ് ആയിരിക്കും. ആൻഡ് ഇഫ് അറ്റ് ഓൾ ഇറ്റ് ഈസ് ലെസ് ദാൻ 50 ഹെക്ടർ ദെൻ ഇറ്റ് കംസ് അണ്ടർ കാറ്റഗറി ബി. അതായത് അത് സാങ്ഷൻ ചെയ്യേണ്ടത് സ്റ്റേറ്റ് ഗവൺമെന്റ് ആണ്. സോറി, സ്റ്റേറ്റ് ഗവൺമെന്റ്. കാറ്റഗറി എ എന്ന് പറയുമ്പോൾ സെൻട്രൽ. ആൻഡ് അതാണ് നമ്മളുടെ മൈനിങ് ഓഫ് മിനറൽസിൽ വരുന്ന കാറ്റഗറി. ഇനി ഇഫ് അറ്റ് ഓൾ ഇറ്റ് ഈസ് ഓഫ് ഷോർ ഓർ ഓൺ ഷോർ ഗ്യാസ് എക്സ്പ്ലോറേഷൻ, അതായത് പെട്രോളിയം ഇൻഡസ്ട്രീസ്, ഓഫ് ഷോർ ഓർ ഓൺ ഫ്ലോർ ഓയിൽ ഓർ ഗ്യാസ് എക്സ്പ്ലോറേഷൻ, ഓയിലോ അല്ലെ ഗ്യാസോ എടുക്കുന്ന ഒരു പരിപാടിയാണെന്ന് വിചാരിക്കാം. അതാണെങ്കിൽ ഒന്നും നോക്കേണ്ട ആവശ്യമില്ല, അതിന് ഏരിയ കാര്യങ്ങളൊന്നുമില്ല, ഫുൾ അണ്ടറിൽ വരുന്നത് കാറ്റഗറി എയിലായിരിക്കും. അത് എത്ര ചെറിയ സ്ഥലത്തു നിന്നായാലും എത്ര വലിയ സ്ഥലത്തു നിന്നായാലും ലേറ്റസ്റ്റ് റിവിഷൻ പ്രകാരം അത് വരുന്നത് ഫുൾ കാറ്റഗറി എയിലാണ്. അതിന്റെ ഫുൾ കൺട്രോൾ സെൻട്രൽ ഗവൺമെന്റിലായിരിക്കും. അപ്പൊ നമുക്കറിയാം നമ്മളുടെ പെട്രോളിന്റെ വിലയൊക്കെ നിശ്ചയിക്കുന്നതും ഒക്കെ ആരുടെയാണ്? സെൻട്രൽ ഗവൺമെന്റ് ആണ്. സ്റ്റേറ്റ് ഗവൺമെന്റിന് അതിനകത്ത് പ്രത്യേകിച്ച് പങ്കില്ല, അല്ലെ? ടാക്സ് അതിൻ്റെ അകത്ത് നിന്ന് അവർക്ക് ഒരു ചെറിയ ശതമാനം കിട്ടുന്നല്ലാണ്ട് അവർക്ക് അതിൻ്റെ അകത്ത് പ്രത്യേകിച്ച് വലിയ പങ്കൊന്നുമില്ല. അതാണ് ഈ ഓയിൽ അല്ലെ ഗ്യാസ് ഇൻഡസ്ട്രീസിന്റെ ഒക്കെ പ്രത്യേകത എന്ന് പറയുന്നത്. അത് മൊത്തം അണ്ടർ കൺട്രോൾ ഓഫ് കാറ്റഗറി എ അഥവാ സെൻട്രൽ ഗവൺമെന്റിലായിരിക്കും. നെക്സ്റ്റ് നമ്മൾ തെർമൽ പവർ പ്ലാന്റ് അത് കൺസിഡർ ചെയ്യുന്നതായിരിക്കും. തെർമൽ പവർ പ്ലാന്റ് വി വിൽ ബി യൂസിങ് എന്ത്? തെർമൽ പവർ പ്ലാന്റിൽ ഉണ്ടാക്കുന്നത് വെച്ചാൽ ഇലക്ട്രിസിറ്റി ആയിരിക്കുമല്ലോ സ്വാഭാവികമായിട്ട്. സോ ആ ഇലക്ട്രിസിറ്റി എന്ന് വെച്ചാൽ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 500 മെഗാവാട്ട് ഇലക്ട്രിസിറ്റി ഉണ്ടാക്കുന്ന തെർമൽ പവർ പ്ലാന്റ് ആണെങ്കിൽ, അത് അത്രയും മെഗാവാട്ടിൽ ആണ് അവർ ഇലക്ട്രിസിറ്റി ജനറേറ്റ് ചെയ്യുന്നതെങ്കിൽ ദാറ്റ് വിൽ ബി കംസ് അണ്ടർ കാറ്റഗറി എ. ആൻഡ് ഇഫ് അറ്റ് ഓൾ ഇറ്റ് ഈസ് ലെസ് ദാൻ 500 മെഗാവാട്ട് ദെൻ ദ കാറ്റഗറി ബി വിൽ ബി ഫോളോഡ്. അപ്പോൾ 50, 500 പഠിക്കാൻ എളുപ്പമാണ്. 50 ഹെക്ടർ ഗ്രേറ്റർ ദാൻ ആണെങ്കിൽ നമ്മൾ മൈനിങ് ആയിരിക്കും. തെർമൽ പവർ പ്ലാന്റ് ഒക്കെ പോലത്തെ സ്ഥലങ്ങളിലാണെങ്കിൽ 500 മെഗാവാട്ടിനെക്കാട്ടി കൂടുതലാണെങ്കിൽ കാറ്റഗറി എ. ആൻഡ് ഇഫ് അറ്റ് ഓൾ ഇറ്റ് ഈസ് ലെസ് ദാൻ 500 മെഗാവാട്ട് ദെൻ ഇറ്റ് കംസ് അണ്ടർ കാറ്റഗറി ബി. നെക്സ്റ്റ് നോക്കുകയാണെങ്കിൽ നമ്മൾ റിവർ വാലി പ്രൊജക്ട്, നമ്മള് പുഴേന്റെ അരികിലൊക്കെ ഉള്ള പ്രൊജക്ട്, അതായത് ഡാം പോലത്തെ സാധനങ്ങളൊക്കെ. റിവർ വാലി പ്രൊജക്ട് അവിടുത്തെ ഡാമിന്റെ അകത്ത് നമ്മൾ ഇലക്ട്രിസിറ്റി ജനറേറ്റ് ചെയ്യുന്നത് അങ്ങനെയൊക്കെയുള്ള പ്രോസസ് ആണെന്ന് വിചാരിക്കാം. ഓക്കെ, അതാണെങ്കിൽ നമ്മൾ ഈ 50 വെച്ചിട്ട് തന്നെയാണ് പറയുന്നത്. ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 50 മെഗാവാട്ട് ആണെങ്കിൽ അത് കാറ്റഗറി എ ആയിരിക്കും. ബട്ട് ഓൾ ഇറ്റ് ഈസ് ലെസ് ദാൻ 50 മെഗാവാട്ട്, 500 അല്ല 50 ആണ് ഉദ്ദേശിക്കുന്നത്. സോ 50 മെഗാവാട്ടിനെക്കാട്ടി കൂടുതലാണ് ഈ കാറ്റഗറി എ. ആൻഡ് 50 മെഗാവാട്ടിനെക്കാട്ടിയും കുറവാണെങ്കിൽ ഇറ്റ് കംസ് അണ്ടർ കാറ്റഗറി ബി. അങ്ങനെ ഒരുപാട് കാറ്റഗറൈസേഷൻ ഉണ്ട്. ഞാൻ ജസ്റ്റ് ഒരു 2-3 എക്സാമ്പിൾ ആക്കിയിട്ട് വെച്ചു എന്ന് മാത്രം. അപ്പോൾ ഇതാണ് മെയിൻ ആയിട്ടുള്ള കാറ്റഗറി വൈസ് തരംതിരിക്കലേക്ക്. ഒന്നുകിൽ സ്ഥലത്തിനെ ബേസ് ചെയ്തിട്ടായിരിക്കാം, ഓർ അതർവൈസ് ഇറ്റ് വിൽ ബി ബേസ്ഡ് ഓൺ ദ ഇമ്പാക്ട് വിച്ച് വി ആർ ഗെറ്റിംഗ് ഓൺ എൻവയോൺമെന്റ്. ഇതിനൊക്കെ ബേസ് ചെയ്തിട്ടാണ് കാറ്റഗറി വൈസ് ഇതിനെ ഡിവൈഡ് ചെയ്ത് വെച്ചിട്ടുള്ളത്. ഞാൻ പറഞ്ഞു, ഇത് 10 മാർക്കിന് എപ്പോഴും ചോദിക്കാറുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. ഹൗ EIA പ്രൊസീജിയർ ഈസ് ഡൺ ഓൺ ഇത് ഇന്ത്യയിൽ നടക്കുന്ന EIA പ്രൊസീജിയറിനെ പറ്റിയിട്ട് ചോദിക്കാറുണ്ട്. അതുകൊണ്ട് അതൊന്ന് ഓർത്ത് വെക്കുക. നെക്സ്റ്റ് വി ഷാൽ മൂവ് ഓൺ ടു
എൻവയോൺമെന്റൽ ക്ലിയറൻസ് എവിടെ നിന്നൊക്കെയാണ് ഇന്ത്യയിൽ നമുക്ക് ഒപ്പിക്കേണ്ടത് അതിനെ പറ്റി നോക്കാം. അതായത് റിക്വയർമെന്റ് ഓഫ് എൻവയോൺമെന്റൽ ക്ലിയറൻസ്. Requirement for എൻവയോൺമെന്റ് ക്ലിയറൻസ് എന്തൊക്കെയാണ് റിക്വയർമെന്റ്? കാറ്റഗറി എ ആണെങ്കിൽ കാറ്റഗറി എയിൽ വരുന്ന പ്രോജക്റ്റ് ആണെങ്കിൽ നമ്മൾ പറഞ്ഞു അത് സെൻട്രൽ ഗവൺമെന്റിന്റെ അണ്ടറിൽ വരുന്നതാണ്. അത് എപ്പോഴും ചെയ്യല് സെൻട്രൽ ഗവൺമെന്റ് ആണ്. സെൻട്രൽ ഗവൺമെന്റിൽ തന്നെ ഏത് ടീം? സെൻട്രൽ ഗവൺമെന്റിലുള്ള ടീമാണ് MOEF എന്ന് പറയുന്നത്, മിനിസ്ട്രി ഓഫ് എൻവയോൺമെന്റൽ ആൻഡ് ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റ്. അവരാണ് ചെയ്യുന്നത്. അത് മെയിനായിട്ട് ചെയ്യുന്നത് അപ്രൈസൽ കമ്മിറ്റി ഒക്കെ രൂപീകരിച്ച് ഇതേപോലത്തെ പല പല ആൾക്കാരൊക്കെ വെച്ചിട്ടാണ് കാറ്റഗറി എ ചെയ്യുന്നത്. അതേപോലെ തന്നെ നെക്സ്റ്റ് കാറ്റഗറി ബി ചെയ്യുന്നത് സ്റ്റേറ്റ് ലെവൽ ആയിട്ടുള്ള കമ്മിറ്റിയാണ്. അതിനെയാണ് നമ്മൾ സ്റ്റേറ്റ് ലെവൽ അസസ്മെന്റ് അതോറിറ്റി, ഇമ്പാക്ട് അസസ്മെന്റ് അതോറിറ്റി എന്ന് പറയുന്നത്. അഥവാ SIA എന്ന് പറയും. സോറി, സ്റ്റേറ്റ് ലെവൽ എൻവയോൺമെന്റ് ഉണ്ട്. സോ SEIAA ഷോർട്ട് ആക്കിയിട്ട് സ്റ്റേറ്റ് ലെവൽ എൻവയോൺമെന്റൽ ഇമ്പാക്ട് അസസ്മെന്റ് അതോറിറ്റി ആണ്. മറ്റേത് മിനിസ്ട്രി ഓഫ് എൻവയോൺമെന്റ് ആൻഡ് ഫോറസ്റ്റ്. ഇവരുടെ എന്നാണ് നമുക്ക് എൻവയോൺമെന്റ് ക്ലിയറൻസ് രണ്ട് സ്ഥലത്തുനിന്നും കിട്ടാനുള്ളത്. ഓക്കെ, നെക്സ്റ്റ് നമുക്ക് നോക്കാനുള്ളത് സ്റ്റേജസ് ആണ്. എൻവയോൺമെന്റ് ക്ലിയറൻസ് കിട്ടാനുള്ള സ്റ്റേജസോ അതിന്റെ സമയങ്ങളൊക്കെ എത്ര എടുക്കുന്നുള്ളത് ഏകദേശം ഒരു ധാരണ വെച്ചിട്ട് എത്ര സമയം എടുക്കും ആ പ്രോസസ്സിനെ പറ്റിയിട്ട് നോക്കാം. സ്റ്റേജസ് in environmental clearance. ഇത് പഠിക്കാൻ വേണ്ടിയിട്ട് ഞാൻ കുറച്ചുകൂടെ ഒന്ന് ഇലാബറേറ്റ് ചെയ്യുന്നുണ്ട്. നമുക്ക് ടൈം ആദ്യം എടുക്കാം, എത്ര കാലം ഇതിനെടുക്കും ഓരോ കാര്യങ്ങൾ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് പോകാൻ വേണ്ടിയിട്ട്. നെക്സ്റ്റ് അതിന്റെ പ്രോസസ് എന്താണ്, ആൻഡ് ലാസ്റ്റ് ഹൂ ഡസ് ഇറ്റ്, ആരാ അത് ചെയ്യുന്നത്, ഇതിന്റെ മെയിൻ ആൾക്കാർ ആരൊക്കെയാണ് ചെയ്യാനുള്ളത്. അപ്പൊ നമുക്ക് ആ ഒരു പ്രോസസ്സിലേക്ക് പോകാം. സോറി, ഫസ്റ്റ് തന്നെ നമ്മൾ പറഞ്ഞു ഏതൊരു കാര്യം ചെയ്തതിനെക്കാട്ട് മുമ്പിട്ട് നമുക്കൊരു ഫോം ഫില്ല് ചെയ്തിട്ട് MOEF-ന് അയച്ചു കൊടുക്കാറുണ്ട്. അതാണ് ഫസ്റ്റത്തെ പ്രോസസ് തന്നെ, സമ്മറി ഓഫ് അപ്ലിക്കേഷൻ. അതായത് ഫോം ഇതാരാ ചെയ്യേണ്ടി വരിക, ഹൂ ഡസ് ഇറ്റ്, ആരാ നമ്മൾ ചെയ്യത്, എന്തായാലും ഇൻവെസ്റ്റർ സ്വന്തമായിട്ട് തന്നെ ഇത് ഫില്ല് ചെയ്ത് കൊടുക്കേണ്ടി വരും. സോ ആരാണോ ഇത് ചെയ്യുന്നത് അവർ തന്നെയാണ്, ഇൻവെസ്റ്റർ തന്നെയാണ് അത് കൊടുക്കേണ്ടത്. പിന്നെ അതിന്റെ സമയം നമുക്ക് പറയാൻ പറ്റില്ല, കാരണം അത് ഓരോ ആൾക്കാരുടെ ഇൻട്രസ്റ്റ് പോലെയാണ്. അവർക്ക് ചിലപ്പോൾ ചില ആൾക്കാർക്ക് നാളെ തന്നെ കൊടുക്കണം എന്ന് തോന്നിയാൽ നാളെ തന്നെ കൊടുക്കും, മറ്റന്നാളെ കൊടുക്കണം എന്ന് തോന്നിക്കഴിഞ്ഞാൽ അവരുടെ ഓരോ ഇൻട്രസ്റ്റ് പോലെ. സോ അതിന് ഞാൻ പ്രത്യേകിച്ച് ഒരു ടൈം പീരീഡ് പറയുന്നില്ല എത്ര ദിവസം എടുക്കുന്നുള്ളത്. സമ്മറി ഓഫ് അപ്ലിക്കേഷൻ ഫോം കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ നെക്സ്റ്റ് സ്റ്റെപ്പിലേക്ക് പോകും. അതാണ് നമുക്ക് അറിയുന്ന സ്റ്റെപ്പ് തന്നെയാണ് ഇനി അങ്ങോട്ടേക്കുള്ളത്. ഫസ്റ്റ് തന്നെ സ്ക്രീനിങ് ഉണ്ടാവും. സ്ക്രീനിങ് പ്രോസസ്സിന് എടുക്കുന്ന സമയം എന്ന് വെച്ചാൽ ഓൾമോസ്റ്റ് 60 days സ്ക്രീനിങ്ങിന് വേണ്ടി പോകും. സ്ക്രീനിങ്ങും സ്കോപ്പിങ്ങും നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തതാണ്, എന്താണ് സ്ക്രീനിങ് എന്താണ് സ്കോപ്പിംഗ് എന്നുള്ളത്. അതായത് സ്ക്രീനിങ്ങിൻ്റെ അകത്ത് നമ്മൾ തീരുമാനിക്കും ഇതിന്റെ എഫക്റ്റ് എത്രയുണ്ട്, നമ്മൾ അങ്ങോട്ടേക്ക് മുന്നോട്ടേക്ക് പോകണോ ഈ പ്രൊജക്റ്റും വെച്ചിട്ട്, EIA-ന്റെ റിക്വയർമെന്റ് ഇതിൻ്റെ അകത്ത് ഉണ്ടോ,
EIA ചെയ്യണോ വേണ്ടയോ എന്നുള്ള കാര്യങ്ങളൊക്കെ തീരുമാനിക്കുന്നത് സ്ക്രീനിങ് പ്രോസസ്സിലാണ്. സോ സ്ക്രീനിങ് പ്രോസസ്സ് കഴിഞ്ഞാൽ ഒരു സ്കോപ്പിംഗ് വരിക. സ്കോപ്പിങ്ങിന്റെ അകത്താണ് ഇതിന്റെ അകത്ത് എത്രത്തോളം ഇമ്പാക്ട്സ്, എൻവയോൺമെന്റൽ റിലേറ്റഡ് ഇമ്പാക്ട്സ് ഒക്കെ വരുന്നുണ്ട് എന്നൊക്കെയുള്ള ജസ്റ്റ് ഒരു ഐഡിയാസ് കിട്ടുന്നത്. സോ സ്ക്രീനിങ്ങിൽ നമ്മൾ മെയിൻ ആയിട്ട് നോക്കുന്നത് EIA റിക്വയർഡ് ഓർ നോട്ട്, അതാണ് മെയിൻ ആയിട്ട് നോക്കുന്നത്. EIA ആവശ്യമുണ്ടോ ഇല്ലയോ, അങ്ങനെ വരുന്നുണ്ടെങ്കിൽ തന്നെ, ആവശ്യമുണ്ടെങ്കിൽ തന്നെ അത് കാറ്റഗറി A ആണോ കാറ്റഗറി B ആണോ, വിച്ച് ഓൾ കാറ്റഗറി ഇറ്റ് ഡിപ്പെൻസ്, അതിനെ പറ്റിയിട്ടൊക്കെ ഡിസ്കസ് ചെയ്യുന്നതാണ് സ്ക്രീനിങ്ങിൽ വരുന്നത്. EIA ആവശ്യമില്ലെങ്കിൽ നമ്മൾ അവിടെ വെച്ചിട്ട് നിർത്തിക്കൊള്ളാന്ന് പറഞ്ഞു. EIA ആവശ്യമില്ല, നമുക്ക് ഡയറക്റ്റ് എന്ത് ചെയ്യാൻ പറ്റും, ആ കമ്പനി അവിടെ സ്റ്റാർട്ട് ചെയ്യാൻ പറ്റും. EIA ആവശ്യം ഉണ്ടെങ്കിൽ പിന്നെ നമ്മൾ ബാക്കിയുള്ള പ്രോസസ്സിലൊക്കെ കടക്കേണ്ടി വരും. ആൻഡ് ഇത് ചെയ്യുന്നതൊക്കെയാണ് ആര്, നേരത്തെ പറഞ്ഞ എക്സ്പേർട്ട് കമ്മിറ്റി. നമ്മൾ പല ഡിസിപ്ലിനിലുള്ള ആൾക്കാരുണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അവരാണ് നമ്മളുടെ EIA ആവശ്യമുണ്ടോ ഇല്ലയോ എന്ന് തീരുമാനിക്കുന്നതും അത് ചെയ്യുന്നു. സോ നമുക്ക് നെക്സ്റ്റ് ലെവലിലേക്ക് പോവാം. ഇത് ഓട്ടോ സേവ് നടക്കുന്നുണ്ടാട്ടോ, ഡിലേ വരുന്നത്. നെക്സ്റ്റ് പ്രോസസ് എന്ന് വെച്ചാൽ പ്രിപ്പറേഷൻ ഓഫ് പ്രിലിമിനറി EIA റിപ്പോർട്ട്. സ്കോപ്പിംഗ് ഒക്കെ കഴിഞ്ഞതിന് ശേഷം അവർ ചെയ്യുന്നതാണ് പ്രിപ്പറേഷൻ ഓഫ് പ്രിലിമിനറി EIA റിപ്പോർട്ട്. അവർ ഒരു റിപ്പോർട്ട് ഉണ്ടാക്കിയെടുക്കും. കാരണം ഈ സ്ക്രീനിങ്ങിന്റെ സമയത്ത് നമ്മളുടെ ഇൻവെസ്റ്റർ ഒക്കെ അവിടെ ഉണ്ടായിരുന്നു. അയാൾക്ക് കുറെ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കി കിട്ടി. അതായത് അയാളുടെ പ്രൊജക്റ്റുമായിട്ട് റിലേറ്റ് ചെയ്തിട്ട് എന്തൊക്കെ പ്രശ്നങ്ങൾ വരുന്നുണ്ട്, ഇമ്പാക്ട് കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. ഇതിനൊക്കെ ബേസ് ചെയ്തിട്ട് അയാൾ ഒരു റിപ്പോർട്ട് ഉണ്ടാക്കും, EIA റിപ്പോർട്ട് ഉണ്ടാക്കും. അത് ഉണ്ടാക്കുന്ന ആളാരാണ്, നമ്മളുടെ ഇൻവെസ്റ്റർ തന്നെയാണ് ഇത് ഉണ്ടാക്കേണ്ടത്. ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ വെച്ചിട്ട് നമ്മൾ ഒരു റിപ്പോർട്ട് ഉണ്ടാക്കും. നിങ്ങളൊരു പ്രൊജക്ട് പ്രസന്റേഷൻ സമയത്ത് ഇങ്ങനെ തന്നെയാണല്ലോ, സ്ക്രീനിങ്ങും സ്കോപ്പിങ്ങും ഒക്കെ കഴിഞ്ഞതിന് ശേഷം, നിങ്ങളുടെ ഫസ്റ്റ് റിവ്യൂ സെക്കൻഡ് റിവ്യൂ ഒക്കെ കഴിഞ്ഞതിന് ശേഷം നിങ്ങളൊരു പ്രിലിമിനറി റിപ്പോർട്ട് ഉണ്ടാക്കിയിട്ട് സബ്മിറ്റ് ചെയ്യും ടീച്ചർമാർക്ക്. അത് ചെയ്യുന്നത് നിങ്ങൾ തന്നെയാണ്, ഇൻവെസ്റ്റർ തന്നെയാണ്. നിങ്ങൾ കേട്ടറിഞ്ഞ വിവരങ്ങളൊക്കെ വെച്ചിട്ട് നിങ്ങൾ ചില മോഡിഫിക്കേഷൻ ഒക്കെ വരുത്തി ഒരു EIA റിപ്പോർട്ട് അവിടെ ഉണ്ടാക്കി വെക്കും. നെക്സ്റ്റ് ഉള്ളതാണ്, ഇതും കൂടി കഴിഞ്ഞാൽ നമ്മൾ പബ്ലിക് കൺസൾട്ടേഷൻ ആണ്. പബ്ലിക്കിൽ നിന്ന് ആൾക്കാർ ഈ റിപ്പോർട്ടൊക്കെ വെച്ചിട്ട് നമ്മൾ പബ്ലിക്കിന്റെ അടുത്ത് ചോദിക്കും. അവരുടെ അടുത്ത് നമ്മൾ ചോദിക്കുന്ന പ്രോസസ്സാണ് അടുത്ത പബ്ലിക് കൺസൾട്ടേഷൻ എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. സോ ഇതിന്റെ സമയം ഞാൻ എഴുതാൻ വിട്ടു, സോറി. പ്രിലിമിനറി റിപ്പോർട്ട് ഉണ്ടാക്കാൻ വേണ്ടി ഏകദേശം എടുക്കുന്ന സമയം 120 days ആണ് ഒരാൾക്ക് പ്രിലിമിനറി റിപ്പോർട്ട് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്. ആൻഡ് പബ്ലിക് കൺസൾട്ടേഷൻ മൊത്തം കഴിഞ്ഞ് അവരുടെ വോട്ടിങ്ങും കാര്യങ്ങളൊക്കെ കിട്ടിയതിന് ശേഷം എടുക്കുന്ന ഒരു ദിവസം എന്ന് വെച്ചാൽ ഓൾമോസ്റ്റ് 45 days ഓഫ് അതിന് വേണ്ടിയിട്ട് പ്രൊവൈഡ് ചെയ്തിട്ടുള്ളത്. ഈ പബ്ലിക് കൺസൾട്ടേഷൻ ചെയ്യുന്ന ആൾക്കാർ എന്ന് വെച്ചാൽ സ്റ്റേറ്റ് പൊല്യൂഷൻ ബോർഡാണ്. അതാത് സ്റ്റേറ്റിലെ പൊല്യൂഷൻ കൺട്രോൾ ബോർഡ്, അവരാണ് നമ്മളെ പബ്ലിക്കിന്റെ ഇടയ്ക്കുള്ള NOC ഒപ്പിക്കുന്ന ആൾക്കാർ. അവർ പോയിട്ടാണ് ഇതിനെപ്പറ്റി ഡിസ്കസ് ചെയ്തിട്ട് പബ്ലിക്കിന്റെ ഇടയ്ക്കൊക്കെ ഒരു അവയർനെസ് ഉണ്ടാക്കിയെടുക്കും. നിങ്ങളുടെ നാട്ടിൽ ഇങ്ങനെ ഒരു പ്രൊജക്ട് വരുന്നുണ്ട്, സോ ഈ ഒരു പ്രൊജക്റ്റുമായിട്ട് റിലേറ്റ് ചെയ്തിട്ട് മുന്നോട്ട് പോകാൻ നിങ്ങൾക്കായിരിക്കും പ്രശ്നമില്ലല്ലോ എന്നുള്ള കാര്യങ്ങളൊക്കെ അവരാണ് ചോദിച്ച് മനസ്സിലാക്കുന്നത്. പബ്ലിക് കൺസൾട്ടേഷൻ കഴിഞ്ഞു, അവർ ഓക്കെ ആണെന്ന് വിചാരിക്കാം. അങ്ങനെയാണെങ്കിലാണ് നമുക്ക് എന്ത് കിട്ടുള്ളൂ, അവരുടെ അപ്രൂവലും കൂടി കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് അപ്രൈസൽ വരിക. അതായത് മുന്നോട്ടേക്ക് പോകാനുള്ള ഒരു ചെറിയൊരു എന്താ പറയുക പോസിറ്റീവ് റെസ്പോൺസ് കിട്ടും. അതിനെയാണ് അപ്രൈസൽ എന്ന് പറയുന്നത്. സോ അത് ചെയ്യുന്നത് നമ്മളുടെ എക്സ്പേർട്ട് കമ്മിറ്റി തന്നെയാണ്. നേരത്തെ പറഞ്ഞ എക്സ്പേർട്ട് കമ്മിറ്റിയാണ് നമുക്കത് തരുന്നത്. അത് ചെയ്യാൻ എടുക്കുന്ന ദിവസം ഓൾമോസ്റ്റ് 60 days ആണ്, ഏകദേശം 2 മാസത്തോളം സമയം അതിനുവേണ്ടി അവർ. കാരണം ഈ പബ്ലിക് കൺസൾട്ടേഷൻ കൂടി കഴിഞ്ഞാൽ അവർ കുറച്ചുകൂടെ സ്റ്റഡി ചെയ്യും. അതിനുശേഷം ഒരു 60 daysനുള്ളിൽ അവർ അപ്രൈസൽ തരും. അങ്ങനെയാണ് നമുക്ക് ലാസ്റ്റ് ഫൈനൽ അപ്രൂവൽ കിട്ടുന്നത്. ഓക്കെ, അപ്പൊ ഇത്രയാണ് ഇതിന്റെ പ്രോസസ്സുകൾ വരുന്നത്.
നമ്മൾ ആദ്യം തന്നെ അപ്ലിക്കേഷൻ ഫോം ഫില്ല് ചെയ്ത് കൊടുക്കും. അത് സ്ക്രീനിങ്ങും സ്കോപ്പിങ്ങും ഒക്കെ കഴിഞ്ഞതിന് ശേഷം നമ്മളായിട്ട് തന്നെ അതിൻ്റെ അകത്തുനിന്നൊരു പ്രിലിമിനറി EIA റിപ്പോർട്ട് ഉണ്ടാക്കണം. റിപ്പോർട്ട് ഉണ്ടാക്കിയതിന് ശേഷം നമ്മൾ പബ്ലിക് കൺസൾട്ടേഷനിൽ പോകും. അവർ അതും കൂടി കഴിഞ്ഞാലാണ് നമുക്ക് അപ്രൈസൽ കിട്ടുക ആൻഡ് ഓൾസോ ഫൈനൽ അപ്രൂവലും അവിടെ നിന്നായിരിക്കും കിട്ടുക. സോ ഇത്രയാണ് EIA എന്ന് പറഞ്ഞ പ്രോസസ്സിന്റെ മൊത്തത്തിലുള്ള ഘടന വരുന്നത്. നമുക്കിന്ന് ഒരുപാട് കാര്യങ്ങൾ ഇപ്പൊ ഈ ഒരു സമയം കൊണ്ട് തന്നെ പഠിച്ചു കഴിഞ്ഞു. നമ്മൾ തുടക്കം EIA പ്രൊസീജിയർ ഇൻ ഇന്ത്യയിൽ തുടങ്ങിയതായിരുന്നു. അവിടെ നമ്മൾ 2 കാറ്റഗറി ഉണ്ടെന്ന് പറഞ്ഞു. പിന്നെ അതിൻ്റെ അകത്തുള്ള ഷെഡ്യൂൾസ് എന്തൊക്കെയാണെന്ന് നോക്കി. 4 ഷെഡ്യൂൾ ഉണ്ട്. ആ ഷെഡ്യൂൾ തന്നെയാണ് നമ്മൾ ലാസ്റ്റ് എഴുതിയത്. ഓക്കെ, ഈ എഴുതുന്ന സാധനം ശരിക്കും പറഞ്ഞാൽ ആ ഷെഡ്യൂള് വരുന്ന സാധനം തന്നെയാണ്. നമ്മൾ സ്റ്റേജസ് ഇൻ എൻവയോൺമെന്റൽ ക്ലിയറൻസ് എന്ന് പറയുന്ന സാധനം തന്നെ ഷെഡ്യൂൾ. പിന്നെ കാറ്റഗറി A, B എങ്ങനെയാണ് തരംതിരിച്ചിട്ടുള്ളത് നോക്കി. സോ ഇത്രയാണ് EIA. ഇത് മൊത്തം എഴുതി കഴിഞ്ഞാൽ നിങ്ങൾക്ക് 10 മാർക്കിന്റെ പരിപാടി കഴിഞ്ഞു. നെക്സ്റ്റ് നമുക്ക് നോക്കാനുള്ള അനാലിസിസ് ടെക്നിക്സ് ആണ്. സോ നമുക്ക് നല്ല അനാലിസിസിലേക്ക് തന്നെ പോകാല്ലേ. സമയം ഒരുപാട് ബാക്കി കിടക്കുകയാണ്. So we shall move on to our next chapter. Impact analysis എന്ന് പറയും. അനാലിസിസ് ഞാൻ പറഞ്ഞു ഓൾറെഡി. ബേസിക്കലി എന്താണ്, അല്ലെങ്കിൽ ടെക്നിക് എന്നൊക്കെ പറയുന്നത് ബേസിക്കലി ഒരു മാത്തമാറ്റിക്കൽ ഫോർമുലേഷൻ ആയിരിക്കും. ഒരു മാത്തമാറ്റിക്സും കാര്യങ്ങളൊക്കെ റിലേറ്റ് ചെയ്തിട്ടുള്ള സംഭവമായിരിക്കും നമ്മൾ ഈ അനാലിസിസ് എന്നൊക്കെ പറയുന്നത്. നിങ്ങളുടെ പ്രൊജക്ടിന്റെ കാര്യത്തിന്റെ അകത്തും പലതവണയായിട്ട് അനാലിസിസ് ചെയ്യുന്നൊക്കെ പറയുന്നത് നമ്മളുടെ കുറെ ഗ്രാഫും കാര്യങ്ങളൊക്കെ വെച്ചിട്ട് എന്തെങ്കിലുമൊക്കെ കൺക്ലൂഷൻ എത്തിക്കുന്ന പ്രോസസ്സിനെയാണ് നമ്മൾ അനാലിസിസ് എന്നൊക്കെ പറയുന്നത്. അതിൽ ചിലപ്പോൾ മാത്തമാറ്റിക്കൽ റിലേഷൻസ് ഉണ്ടാവും, ചിലപ്പം ചില മെട്രിക്സസ് ഉണ്ടാവും, ചിലപ്പോൾ എന്തെങ്കിലും ഡയഗ്രാംസ് ഉണ്ടാവും, ചിലപ്പോൾ എന്തെങ്കിലും ഗ്രാഫിക്കൽ റെപ്രസെന്റേഷൻസ് ഉണ്ടാവും. നമ്മളുടെ മൊത്തം പഠിച്ചു വെച്ച കാര്യങ്ങളൊക്കെ ബേസ് ചെയ്തിട്ട് എന്തെങ്കിലും ഗ്രാഫിക്കൽ റെപ്രസെന്റേഷൻസ്, ഇങ്ങനത്തെ കുറെ കാര്യങ്ങളൊക്കെ വെച്ചിട്ടാണ് നമ്മൾ ഇമ്പാക്ട് അനാലിസിസ് മെയിൻലി പ്രൊവൈഡ് ചെയ്യുന്നത്. ആൻഡ് ഇതിന്റെ ടെക്നിക്സ് എന്ന് പറയുന്നത് വൺ ഈസ് ബേസ് ലൈൻ സ്റ്റഡീസ്. Second one is checklist. Third line is matrices. Fourth one network diagram. ഇതൊക്കെ പല പല അനാലിസിസ് ടെക്നിക്സ് ആണ്. നെറ്റ്വർക്ക് ഡയഗ്രാം, ഓവർലേസ്, മാത്തമാറ്റിക്കൽ മോഡലിംഗ്, or it may be expert advice, or economic techniques. ഒരുപാട് ഇമ്പാക്ട് അനാലിസിസ് മെത്തേഡ്സ് ഉണ്ട്. ഏതെങ്കിലും 1-2 കാര്യങ്ങൾ ഡീറ്റെയിൽ ആയിട്ട് പഠിച്ചു വെക്കുക. എന്നാണ് ഇമ്പാക്ട് അനാലിസിസിന്റെ അകത്ത് മെയിൻ ആയിട്ട് ചെയ്യേണ്ട കുറച്ച് കാര്യങ്ങൾ വരുന്നത്. ബേസ് ലൈൻ സ്റ്റഡീസ് പ്രത്യേകിച്ച് പഠിക്കാനൊന്നുമില്ല. ബേസ് ലൈൻ സ്റ്റഡീസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ബേസിൽ ഇറങ്ങി പഠിക്കുന്ന പ്രോസസ്സിനെയാണ് നമ്മൾ ബേസ് ലൈൻ സ്റ്റഡീസ് എന്ന് പറയുന്നത്. അതായത് നമുക്ക് അറിവുള്ള ഡാറ്റാസ് ഒക്കെ വെച്ചിട്ട് നമ്മളുടെ ചുറ്റുപാടും നമ്മൾ ഇതുവരെ കണ്ട നമ്മളുടെ എക്സ്പീരിയൻസ് ഒക്കെ വെച്ചിട്ടും അങ്ങനെ ഒരു ബേസ് ലൈൻ സ്റ്റഡീസ് നമുക്ക് അറിയുന്ന ലോക്കൽ നോളജ് വെച്ചിട്ടും ചെയ്യുന്ന ഒരു പ്രോസസ്സിനെയാണ് നമ്മൾ ബേസ് ലൈൻ സ്റ്റഡീസ് എന്ന് പറയുന്നത്. സോ ഇറ്റ് ബേസിക്കലി നമുക്ക് ഓരോന്ന് നോക്കാം. സോറി, ഫസ്റ്റത്തെ ടോപ്പിക്കിലേക്ക് പോവാം.
that is baseline studies. Baseline പേര് തന്നെ ഉണ്ടല്ലോ, ബേസ് ആയിട്ടുള്ള കാര്യങ്ങൾ മാത്രം നമ്മൾ we are mainly looking at the base of the project. ബേസ് ആയിട്ടുള്ള കാര്യങ്ങൾ മാത്രമേ നമ്മൾ നോക്കുള്ളൂ. സോ ബേസ് ലൈൻ സ്റ്റഡീസ് യൂസ് ചെയ്യുന്ന മെയിൻ ടൂൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള മാർക്കറ്റിൽ ഇപ്പൊ അവൈലബിൾ ആയിട്ടുള്ള ഡാറ്റാസ് ആൻഡ് ലോക്കൽ നോളജ്, നമുക്ക് അപ്പുറത്ത് ഇപ്പുറത്തുനിന്നൊക്കെ ചുറ്റുപാടുന്നൊക്കെ കിട്ടിയ ലോക്കൽ നോളജും ആൻഡ് നമ്മളുടെ മാർക്കറ്റിൽ ഇപ്പം അവൈലബിൾ ആയിട്ടുള്ള കുറച്ച് ഡാറ്റാസ് ഒക്കെ വെച്ചിട്ടായിരിക്കും നമ്മൾ ബേസ് ലൈൻ സ്റ്റഡീസ് നടത്തുക. ഇതാണ് നമ്മൾ ഏതൊരു പ്രൊജക്ട് തുടങ്ങുമ്പോഴും ഫസ്റ്റ് തന്നെ ചെയ്യുന്ന പ്രോസസ് എന്ന് പറയുന്നത്. നിങ്ങളിപ്പം ബിടെക് കഴിഞ്ഞിട്ട് കുറെ ആൾക്കാർ ഇങ്ങനെ ജോലിയൊന്നും കിട്ടാതെ നിൽക്കുകയാണെന്ന് വിചാരിക്കാം. അപ്പൊ ആ സമയത്ത് നിങ്ങൾ ഇതേപോലത്തെ കുറെ പ്ലാനിങ് ചെയ്യും. നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള കുറെ കാര്യങ്ങളെ പറ്റിയിട്ട് നമ്മൾ ചിന്തിക്കും. അവിടെ ഇപ്പൊ അടുത്ത് എന്താ ചെയ്യുക, ഇപ്പൊ ഇതൊക്കെ കഴിഞ്ഞു, ഇനി നമുക്ക് എന്തായാലും ഇന്നേ കോഴ്സ് ചെയ്താലോ അല്ലെങ്കിൽ ഇന്നേ കാര്യം വേറെ എന്തെങ്കിലും ഈ ജോലിക്ക് പോയാലോ, ഒരു വർഷം ഇവിടെ സർവീസ് സെന്ററിൽ വർക്ക് ചെയ്താൽ നമുക്ക് ഇങ്ങനെ എക്സ്പീരിയൻസ് ഉണ്ടാക്കാം, അങ്ങനെ ഇങ്ങനെ കുറെ കാര്യങ്ങളൊക്കെ പറയും. അതെന്ന് വെച്ചാൽ നമുക്ക് ഇപ്പൊ നമ്മളുടെ ചെറിയൊരു അറിവ് വെച്ചിട്ട് നമുക്കുള്ള ലോക്കൽ നോളജ് വെച്ചിട്ട് നമ്മൾ എടുക്കുന്ന കുറച്ച് തീരുമാനങ്ങളാണ്. സോ അതിനെയാണ് നമ്മൾ ബേസ് ലൈൻ സ്റ്റഡീസ് എന്ന് പറയുന്നത്. അപ്പൊ നിങ്ങൾ എല്ലാവരും ഓപ്പറേഷൻ ജാവയൊക്കെ കണ്ടിട്ടുണ്ടാവും വിചാരിക്കുന്നു പടമൊക്കെ. അപ്പൊ അതിൻ്റെ അകത്ത് ഇതേപോലെ അവന്മാർ രണ്ടാളും ഈ ബേസ് ലൈൻ സ്റ്റഡീസ് വെച്ചിട്ടായിരുന്നു അവർക്ക് എവിടെയെങ്കിലും എത്തിപ്പെടണം എന്നുള്ള ഒരു ആഗ്രഹമൊക്കെ ഉള്ളതുകൊണ്ട് അവരുടെ ചെറിയ മൈൻഡിൽ വരുന്ന കാര്യങ്ങൾ, അവർക്കൊരു സൈബർ സെക്യൂരിറ്റി അല്ലെ സൈബർ സെല്ലിലേക്ക് പോകണം എന്നുള്ള ഒരു ആഗ്രഹമൊക്കെ വെച്ചിട്ട് മുന്നോട്ട് പോകുന്ന രണ്ട് വ്യക്തികളെ പറ്റിയിട്ടുള്ള ഒരു കഥയൊക്കെയാണ് അല്ലെ. അപ്പം ആ ബേസ് ലൈൻ സ്റ്റഡീസ് എന്ന് പറയുന്നത് ബേസിക്കലി ഈ ഒരു സംഭവമാണ്. ഈ ബേസ് ലൈൻ സ്റ്റഡീസിന്റെ ഭാഗമായിട്ടാണ് നമ്മൾ സ്കോപ്പിംഗ് ഒക്കെ ചെയ്യുന്നത്. ഈ ഒരു പ്രോസസ്സിലാണ് നമ്മൾ മെയിനായിട്ട് സ്കോപ്പിംഗ് ഒക്കെ ചെയ്യുന്നത്. സ്ക്രീനിങ്, സ്കോപ്പിംഗ് ഇതൊക്കെ ചെയ്യണമെങ്കിൽ നമുക്ക് ഒരു ബേസ് ലൈൻ സ്റ്റഡി ഇല്ലാണ്ട് മുന്നോട്ടേക്ക് പോകാൻ പറ്റില്ല. അതായത് നമുക്ക് തന്നെ ഒരു ധാരണ വേണം നമ്മളുടെ ഈ ഒരു പ്രൊജക്ട് മുന്നോട്ടേക്ക് കൊണ്ടുപോയി കഴിഞ്ഞാൽ അവർ അത് ആക്സെപ്റ്റ് ചെയ്യോ ഇല്ലയോ എന്നുള്ളത്. അതിനുവേണ്ടി നമുക്ക് മെയിനായിട്ട് വേണ്ട ഒരു നോളജ് എന്ന് വെച്ചാൽ നമ്മളുടെ ലോക്കൽ നോളജും നമ്മളുടെ ഈ ബേസ് ലൈൻ സ്റ്റഡീസ് ഒക്കെ അവൈലബിൾ ആയിട്ടുള്ള ഡാറ്റാസ് ഒക്കെ വെച്ചിട്ട് നമ്മൾ പഠിക്കുന്ന കാര്യങ്ങൾ. നെക്സ്റ്റ് വരുന്ന ടോപ്പിക് ആണ് ബേസ് ലൈൻ സ്റ്റഡീസ് കഴിഞ്ഞാൽ ചെക്ക് ലിസ്റ്റ് എന്ന് പറയുന്നത്. ചെക്ക് ലിസ്റ്റ് എന്ന് പറയുന്ന സിമ്പിൾ സാധനം നമ്മളെല്ലാവരും ഡേ ടു ഡേ ലൈഫിൽ നമ്മൾ എക്സ്പീരിയൻസ് ചെയ്യുന്ന ഒരു സാധനമാണ് ഈ ചെക്ക് ലിസ്റ്റ് എന്ന് പറയുന്നത്. നമ്മൾ ചിലപ്പോൾ എഴുതി വെക്കും നമുക്ക് ഇന്ന സാധനങ്ങൾ. നിങ്ങളെ വീട്ടിൽ നിന്ന് അല്ലെങ്കിൽ ചിലപ്പോൾ പറയും ഇന്ന് ഷോപ്പിൽ പോയിട്ട് അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു കടയിൽ പോയിട്ട് ഇന്ന സാധനങ്ങളൊക്കെ വാങ്ങിക്കണം. അവർ ഓൾറെഡി ഒരു ടാസ്ക് തരും. സോ ആ ലിസ്റ്റ് ഓഫ് ഐറ്റംസിനെയാണ് നമ്മൾ ചെക്ക് ലിസ്റ്റ് എന്ന് പറയുന്നത് അല്ലെ. നമ്മൾ അവിടെ പോയിട്ട് ഷോപ്പിൽ പോയിട്ട് നമ്മൾ പറയും ഇന്ന കാര്യങ്ങളൊക്കെ വേണം. ഇൻ കേസ് ഏതെങ്കിലും ഒന്നും ഇല്ലെങ്കിൽ നമ്മൾ അവിടെ ക്രോസ് മാർക്ക് ഇട്ട് വെക്കും. അത് ചിലപ്പോൾ നമ്മൾ അടുത്ത ഷോപ്പിൽ പോയിട്ടായിരിക്കും വാങ്ങിക്കേണ്ടി വരിക. സോ ഈ ചെക്ക് ലിസ്റ്റ് എന്ന് പറയുന്നത് പെർട്ടിക്കുലർലി എന്താണ്, നമ്മളുടെ ഒരു ലിസ്റ്റ് ഓഫ് ക്വസ്റ്റ്യൻസ് ആൻഡ് ആൻസേഴ്സ് ഉണ്ടാവും ഓൾറെഡി. അത് നമ്മൾ കറസ്പോണ്ടിങ് ആയിട്ട് ഏതുമായിട്ടാണ് റിലേറ്റ് ചെയ്യുന്നത് അതിനെ ടിക്ക് ചെയ്ത് പോകുന്ന പരിപാടിക്കാണ് നമ്മൾ ചെക്ക് ലിസ്റ്റ് എന്ന് പറയുന്നത്. ഓക്കെ, ഒരു ലിസ്റ്റ് ഓഫ് ക്വസ്റ്റ്യൻസ് നമ്മളെ കയ്യിൽ ഓൾറെഡി ഉണ്ടാവും. നമുക്ക് വാങ്ങിക്കേണ്ട സാധനങ്ങളായാലും നമ്മൾ ഷോപ്പിലേക്ക് പോയിട്ട് കടയിൽ പോയിട്ട് എന്തെങ്കിലും വാങ്ങിക്കാൻ നമ്മളെ വീട്ടുകാർ പറഞ്ഞാൽ നമ്മുടെ ഒരു ലിസ്റ്റ് ഉണ്ടാവും. നമ്മൾ കറസ്പോണ്ടിങ് ആയിട്ട് അത് അത്ര കിലോഗ്രാം വേണമെന്നും ഒക്കെ ഉള്ള ഒരു ലിസ്റ്റ് ഉണ്ടാവും. അപ്പൊ അതിനെ ബേസ് ചെയ്തിട്ടായിരിക്കും നമ്മൾ പോയിട്ട് കടയിൽ നിന്ന് സാധനങ്ങളൊക്കെ വാങ്ങിക്കുന്നത്. എല്ലാവരും വീട്ടിലെ സാധനങ്ങളൊക്കെ വാങ്ങിച്ചു കൊടുക്കാറുണ്ടെന്ന് വിചാരിക്കുന്നു അവരുടെ ലിസ്റ്റൊക്കെ തന്നിട്ട്. ചിലത് നമ്മളെ മൈൻഡിൽ തന്നെ സൂക്ഷിക്കാറുണ്ട് അല്ലെ. 2-3 സാധനങ്ങളൊക്കെ വേണ്ടെങ്കിൽ നമ്മൾ ചിലപ്പോൾ മൈൻഡിൽ തന്നെ വെച്ചിട്ടായിരിക്കും പോവുക. ചില സമയത്ത് നമ്മൾ ഇതേപോലെ ഒരു ലിസ്റ്റ് ഉണ്ടാക്കിയിട്ടായിരിക്കും പോവുക. നമുക്ക് ഇടക്കിടയ്ക്ക് എടുത്ത് ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ലിസ്റ്റ്. സോ അതാണ് ചെക്ക് ലിസ്റ്റ് എന്ന് പറയുന്നത്. ചെക്ക് ലിസ്റ്റ് ആക്ച്വലി ഈ EIA കേസിൽ എന്ന് പറയുന്നത് ഒരു വലിയൊരു വാസ്റ്റ് ലിസ്റ്റാണ്. ഓക്കെ, നമുക്ക് ഓരോ പ്രാവശ്യവും ഓരോ പ്രൊജക്ടിനെ ബേസ് ചെയ്തിട്ട് പുതിയ പുതിയ ലിസ്റ്റ് ഉണ്ടാക്കാൻ പറ്റാത്തത് കൊണ്ട് തന്നെ ഓൾമോസ്റ്റ് കാറ്റഗറി എയിൽ വരുന്നതും ബിയിൽ വരുന്നതായിട്ടുള്ള ജനറൽ ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് അടങ്ങിയ ഫുൾ ആയിട്ടുള്ള ഒരു ലിസ്റ്റിനെയാണ് നമ്മൾ ചെക്ക് ലിസ്റ്റ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പൊ KTUവിന്റെ അകത്ത് നിന്നൊക്കെ നിങ്ങൾക്കൊക്കെ ഫീഡ്ബാക്ക് എടുക്കാൻ വേണ്ടിയിട്ട് ഒരു സാധനമൊക്കെ വരും. അല്ലെങ്കിൽ നിങ്ങൾക്ക് ടീച്ചർ ഇവാലുവേഷൻ സമയത്ത് നിങ്ങൾക്കൊരു ഓൾമോസ്റ്റ് ഒരു 10 to 20 ക്വസ്റ്റ്യൻസ് അല്ലെ. ടീച്ചർ ഇവാലുവേഷൻ ടൈമിൽ ഓരോ ടീച്ചറെ പറ്റിയിട്ട് ഒരു 10-20 ക്വസ്റ്റ്യൻ ഉണ്ടാവും. ആൻഡ് ഓൾസോ ഓരോ ക്വസ്റ്റ്യന് കറസ്പോണ്ടിങ് ആയിട്ട് നിങ്ങൾ മസ്റ്റ് ആയിട്ട് മാർക്ക് ചെയ്യേണ്ട എന്തെങ്കിലും 4 ഓപ്ഷൻസ് ഉണ്ടാവും. മേ ബി ഒരു A, B, C
D അങ്ങനെ കുറച്ച് റിലേറ്റഡ് ആൻസേഴ്സും അവിടെ തന്നെ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ടാവും. സോ ചെക്ക് ലിസ്റ്റിൽ വരും ഒരു ക്വസ്റ്റ്യൻ വരും, ടീച്ചർ ക്ലാസ്സിൽ ഫ്രണ്ട്ലി ആണോ അല്ലെങ്കിൽ ഫ്രണ്ട്ലി അല്ല, ടീച്ചർ ക്ലാസ്സിൽ ഇന്ററാക്റ്റീവ് ആണോ എന്നുള്ളൊരു ചോദ്യം ഉണ്ടാവും. സോ വെദർ ടീച്ചർ എന്ന് പറയുന്ന ആള് ഇന്ററാക്റ്റീവ് ആണോ. സോ ഇതിനകത്ത് ചിലപ്പം ഓപ്ഷൻ എന്റെ അകത്ത് വരുന്നത് യെസ് ഉണ്ടാവും, ചിലതിൻ്റെ അകത്ത് മേ ബി എന്നായിരിക്കും, ചിലപ്പം കോണ്ട് ജഡ്ജ് എന്നായിരിക്കും, അല്ലെങ്കിൽ പിന്നെ നോ എന്നായിരിക്കും. ഓക്കെ, ചില സമയങ്ങളിൽ ഉണ്ടാവും, ചിലപ്പോൾ യെസ് ആയിരിക്കും, ചിലപ്പോൾ നമുക്ക് പറയാൻ പറ്റില്ല, അങ്ങനെ നോ. അപ്പൊ നമ്മൾ ഓരോ ടീച്ചറെ ബേസ് ചെയ്തിട്ട് നമ്മൾ ചിലപ്പം ടിക്ക് ഇട്ട് കൊടുക്കും. അതിന് കറസ്പോണ്ടിങ് ആയിട്ടായിരിക്കും നമുക്ക് ലാസ്റ്റ് ഔട്ട്പുട്ട്, അതിന്റെ ഔട്ട്പുട്ട് എന്താണോ അത് കിട്ടുക. ഇങ്ങനെ ഓൾമോസ്റ്റ് ഒരു 10 to 20 ക്വസ്റ്റ്യൻസ് ഉണ്ടാവും. ടീച്ചർ കറസ്പോണ്ടിങ് ആയിട്ട് എല്ലാ ദിവസവും നിങ്ങൾക്ക് അസൈൻമെന്റ് ഒക്കെ തരാറുണ്ടോ, റെഗുലർ ആയിട്ട് വീക്ക് സ്റ്റുഡൻസിനെ മോണിറ്റർ ചെയ്യാറുണ്ടോ. അപ്പൊ ഇങ്ങനത്തെ ഒരുപാട് ക്വസ്റ്റ്യൻസ് ഒക്കെ ആയിട്ട് അടങ്ങിയിട്ടുണ്ടാവും. എല്ലാത്തിനും കറസ്പോണ്ടിങ് ആയിട്ട് ഒരു പെർട്ടിക്കുലർ വാല്യൂ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ടാവും. സോ നമ്മൾ ഈ ചെക്ക് ലിസ്റ്റ് എന്ന് പറയുന്ന സാധനം ഇത് തന്നെയാണ്. അപ്പം നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, ഒരു ടീച്ചറെ പറ്റിയിട്ട് ചിലപ്പോൾ ചില ടീച്ചർമാർക്ക് ചില സാധനങ്ങൾ ഉണ്ടാവില്ല, ചിലത് ഉണ്ടാവും ഈ പറഞ്ഞ ക്വസ്റ്റ്യൻസിൻ്റെ അകത്തില്ല. അപ്പൊ നമുക്ക് പ്രത്യേകിച്ച് ഓരോ ടീച്ചർക്ക് വേണ്ടിയിട്ട് കാറ്റഗറൈസ് ചെയ്ത് പറയാൻ പറ്റാത്തതുണ്ട്. ചിലപ്പോൾ മാത്സ് എന്ന് പറഞ്ഞ സബ്ജക്ട് എടുക്കുന്നതിൽ മാത്സിന് ചിലപ്പം കുറെ ഇന്ററാക്റ്റീവ് സെഷൻസ് ആവശ്യമുണ്ടാവും. അതേസമയം ഇപ്പൊ ഈ എൻവയോൺമെന്റൽ ഇമ്പാക്ട് അസസ്മെന്റ് ഈ ഒരു സബ്ജക്റ്റിനൊക്കെ അധികം നമുക്ക് ഇന്ററാക്ഷൻസ് ആവശ്യമില്ല അല്ലെ, ആൾക്കാരുമായിട്ട് അധികം ഇടപെടേണ്ട ആവശ്യം വരുന്നില്ല. ബട്ട് എന്നാലും നമ്മൾ ഒരു ടീച്ചർ ഇവാലുവേഷൻ എന്ന് പറഞ്ഞ സ്റ്റേജിലേക്ക് വരുമ്പോൾ എല്ലാ കാറ്റഗറി സബ്ജക്റ്റിനെയും ഒരു കുടക്കീഴിൽ വെച്ചിട്ടായിരിക്കും ക്വസ്റ്റ്യൻസ് പ്രിപ്പയർ ചെയ്തിട്ടുണ്ടാവും. സോ അതിനെയാണ് ഈ ബേസിക്കലി ഈ ചെക്ക് ലിസ്റ്റ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇതൊക്കെ ചെയ്യുന്നത് എന്തിനു വേണ്ടിയിട്ടാണ്, നമുക്കൊരു ലാസ്റ്റ് ഒരു ഔട്ട്പുട്ട് കിട്ടും. ആ ഔട്ട്പുട്ട് കിട്ടാൻ വേണ്ടിയിട്ടാണ്. ഈ മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യനും ഇതുമായിട്ട് റിലേറ്റ് ചെയ്യരുത്. മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻ എന്ന് വെച്ചാൽ എന്താണ്, പല ചോയ്സസ് ഉണ്ടാവും, അതിലേതെങ്കിലും ഒന്നായിരിക്കും ശരി ഉത്തരം എന്ന് പറയുന്നത്. ബട്ട് ഇതിന്റെ ഒരു കേസിൽ എന്ന് വെച്ചാൽ ഓരോ ആൾക്കാരുടെ കണ്ണിൽ നിന്ന് നോക്കുമ്പോൾ പലതായിരിക്കും ഇതിന്റെ ആൻസേഴ്സ് ഉണ്ടാകുക. ചെക്ക് ലിസ്റ്റിന്റെ പ്രത്യേകത അതാണ്. ഓരോ ആൾക്കാരുടെ വ്യൂ പോയിന്റിൽ വെച്ച് നോക്കുന്നതാണെങ്കിൽ ഓരോ ആൾക്കാർക്കും ഓരോരോ വാല്യൂസ് ആയിരിക്കും ചിലപ്പോൾ തോന്നുക. അപ്പോൾ ചെക്ക് ലിസ്റ്റ് എന്ന് പറയുന്നത് ഒരിക്കലും മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻ പോലെ ആയിട്ട് മനസ്സിൽ വെക്കരുത്. അത് മേ ബി ഡിപ്പെൻഡിങ് അപ്പോൺ ദ സിറ്റുവേഷൻ ഇറ്റ് മേ ചേഞ്ച്. ഓക്കെ, മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻ്റെ അകത്ത് നമുക്കൊരു കറക്റ്റ് ഒറ്റ ആൻസറേ ഉണ്ടാവുള്ളൂ, ബാക്കി 3 തെറ്റ് ആൻസേഴ്സ് ആയിരിക്കും. അപ്പൊ അതേപോലെ ആക്കിയിട്ട് കൺസിഡർ ചെയ്തത് ഈ ഒരു ക്വസ്റ്റ്യനാണ്. സോ ചെക്ക് ലിസ്റ്റ് ആണ് നമ്മളിപ്പം പറയുന്നത്. ഇത് ഉണ്ടാക്കിയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു വെൽ നോൺ ആയിട്ടുള്ള സ്പെഷ്യലിസ്റ്റുകൾ മൊത്തം ഇരുന്നിട്ട് ഒരു വലിയൊരു ക്വസ്റ്റ്യൻ ആൻഡ് ആൻസർ സെഷൻസ് വെച്ചിട്ട് ഉണ്ടാക്കുന്ന ഒരു ലിസ്റ്റിനെയാണ് നമ്മൾ ഈ ചെക്ക് ലിസ്റ്റ് എന്ന് പറയുന്നത്. അതായത് ഇതിനു വേണ്ടിയിട്ട് നമ്മൾ എക്സ്റ്റെൻസീവ് ആയിട്ട് ഒരു ഡാറ്റ കളക്ഷൻ ഒക്കെ നടത്തിയിട്ടുണ്ടാവും. അതായത് ഒരു പ്രൊജക്റ്റുമായിട്ട് ഏതൊരു റിലേറ്റഡ് പ്രൊജക്റ്റുമായിട്ട് നമുക്ക് ചോദിക്കാൻ പറ്റുന്ന ഒരുപാട് ചോദ്യങ്ങളെ വെച്ചിട്ടുള്ള ഒരു ലിസ്റ്റ് ആയിരിക്കും ഇവിടെ ഉണ്ടാക്കിയിട്ടുണ്ടാവും. ആൻഡ് ഇപ്പൊ നൗ ഇറ്റ് ഈസ് അവൈലബിൾ ഇൻ ഓൾമോസ്റ്റ് ഓൾ സോഫ്റ്റ്വെയർ ഓൾസോ. നമുക്ക് ഇപ്പൊ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ലിസ്റ്റ് പണ്ട് ഇത് ടിക്ക് ചെയ്ത് പോക്കായിരുന്നു. ഇതിന്റെ ഒരു എക്സാമ്പിൾ ആണ് നമ്മളെ വീട്ടിൽ സെൻസസ് എടുക്കാൻ വരുന്ന സമയത്തൊക്കെ നമ്മുടെ ചോദിക്കുന്ന ചോദ്യങ്ങൾ പോലത്തെ. വീട്ടിൽ സെൻസസ് എടുക്കാൻ വരുന്ന സമയത്ത് നമ്മുടെ ചോദിക്കാറുണ്ട് വീട്ടിൽ എത്ര അംഗങ്ങളുണ്ട്. അപ്പൊ അതിൻ്റെ അകത്ത് അവർ ആൻസർ ഇട്ടിട്ടുണ്ടാവും ഓൾറെഡി. 1 ആണോ 2 ആണോ 3 ആണോ 4 ആണോ 5 ആണോ, കറസ്പോണ്ടിങ് ഏതാണോ അതിന് അവർ ടിക്ക് ചെയ്ത് കൊടുക്കും. നെക്സ്റ്റ് എത്ര ആൾക്കാർ കല്യാണം കഴിച്ചിട്ടുണ്ടാവും, മാരീഡ് എത്ര ആൾക്കാരുണ്ട്, അത് ചിലപ്പോൾ ചില വീട്ടിൽ 1 ആയിരിക്കും 2 ആയിരിക്കും, അത് നമ്മൾ കറസ്പോണ്ടിങ് ആയിട്ട് എത്രയാണെന്ന് വെച്ചാൽ ടിക്ക് ചെയ്ത് കൊടുക്കും. നെക്സ്റ്റ് ജോലിയുള്ള ആൾക്കാർ എത്ര ആളുണ്ട് അത് അവർ ചോദിക്കും. അപ്പൊ അങ്ങനെ കുറെ ഒരുപാട് ക്വസ്റ്റ്യൻസ് ഉണ്ടാവും. കറസ്പോണ്ടിങ് റീഡിങ്സ് നമുക്ക് അവിടെ ഉണ്ടാവും, അതിന് നമ്മൾ ടിക്ക് ചെയ്ത് കൊടുക്കലാണ്. ഓക്കെ, അപ്പൊ അതിനൊക്കെയാണ് ചെക്ക് ലിസ്റ്റ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. സോ നമുക്കൊരു ചെറിയൊരു ചെക്ക് ലിസ്റ്റ് ഒന്ന് കണ്ടു നോക്കാം. ചെക്ക് ലിസ്റ്റിന്റെ ഒരു ചെറിയ സാമ്പിൾ ഞാൻ കാണിച്ചു തരാം. അപ്പോൾ ഒരു ഏകദേശം ഒരു ഐഡിയ കിട്ടും എന്താണ് ഈ ചെക്ക് ലിസ്റ്റ് ഉദ്ദേശിക്കുന്നത് എന്നുള്ളത്. ചെക്ക് ലിസ്റ്റിന്റെ ഒരു സാമ്പിൾ നമുക്കൊന്ന് നോക്കി നോക്കാം. ചെക്ക് ലിസ്റ്റിൽ വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളുടെ ഏറ്റവും ടോപ്പ് മോസ്റ്റ് പോയിന്റിൽ പ്രൊജക്ടിന്റെ നെയിം ഉണ്ടാവും, ഓർ ലൊക്കേഷൻ ഉണ്ടാവും.
ഓക്കെ, അത് ഫില്ല് ചെയ്യാനുള്ള ഒരു കോളം ഉണ്ടോ. അതിന് അപ്പുറ സൈഡിൽ അസസ്മെന്റ്, എത്രാമത്തെ അസസ്മെന്റ് ആണ് നമ്മളിപ്പോൾ നടത്തുന്നത്, അതായത് 1ഓ 2ഓ 3ഓ എത്രാമത്തെ ആണ് നമ്മൾ ഈ അസസ്മെന്റ് പ്രോസസ് അവിടെ നടത്തുന്നത്. പിന്നെ അസസേഴ്സ് നെയിം, ഈ അസസ്മെന്റ് നടത്തിയ ആളുടെ പേര്. ഓക്കെ, ആൻഡ് ഓൾസോ ഡേറ്റ്. ഇത്രയും കാര്യങ്ങളാണ് ഇതിന്റെ ഫ്രണ്ട് ഷീറ്റ് എന്ന് പറയുന്ന സാധനം അടങ്ങിയിട്ടുണ്ടാവും ചെക്ക് ലിസ്റ്റിൽ. അപ്പൊ പ്രൊജക്ടിന്റെ നെയിം, ലൊക്കേഷൻ, അല്ലെങ്കിൽ അസസ്മെന്റ് എത്രാമത്തെ അസസ്മെന്റ് നമ്മൾ നടത്തിയത്, ആ അസസ്മെന്റ് നടത്തിയ ആളുടെ പേര്, അസസേഴ്സ് നെയിം, പിന്നെ ഡേറ്റ്. ഇതൊക്കെ വെച്ചതിന് ശേഷം താഴത്താണ് നമ്മളുടെ ഇതിന്റെ ക്വസ്റ്റ്യൻ ചെക്ക് ലിസ്റ്റ് വരുന്നത്. സോ ചെക്ക് ലിസ്റ്റിന്റെ അകത്ത് ബേസിക്കലി there will be lot of questions. അത് നമ്മൾക്ക് പറഞ്ഞിട്ടുണ്ടാവും. ചിലപ്പം ഒരു ലൈൻ വരച്ചിട്ടുണ്ട് ചെയ്യാം. ഇവിടെ നമ്മളുടെ ഓരോ പ്രൊജക്റ്റിനെ പറ്റിയിട്ടുണ്ടാവും. ചിലപ്പോൾ പൊല്യൂഷന്റെ കാര്യം എടുക്കുകയാണെങ്കിൽ, ഒരു എക്സാമ്പിൾ എടുക്കുന്നതാണ്. പൊല്യൂഷൻ എന്നുള്ളൊരു കേസാണ് ഞാനിപ്പോൾ എടുക്കുന്നതെന്ന് വിചാരിക്കും. പൊല്യൂഷൻ ആണെങ്കിൽ നമ്മൾക്ക് ഇവിടെ മുകളിലുള്ള ക്വസ്റ്റ്യൻസ് എന്ന് വെച്ചാൽ പോസിറ്റീവ് ഇമ്പാക്റ്റ് ഉണ്ടോ, പോസിറ്റീവ് ഇമ്പാക്റ്റ് വെരി ലൈക്ലി, അതൊരു ക്വസ്റ്റ്യൻ ആണെങ്കിൽ നമ്മൾ അവിടെ ടിക്ക് ചെയ്ത് കൊടുക്കേണ്ടി വരും. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ പോസിറ്റീവ് ഇമ്പാക്റ്റ് പോസിബിൾ, ഭാവിയിൽ നമുക്കത് വേണേൽ ചെയ്തെടുക്കാം എന്നുള്ളൊരു ക്വസ്റ്റ്യൻ. പോസിബിൾ ഇമ്പാക്റ്റ് പോസിബിൾ ആണെങ്കിൽ അവിടെ ഒരു ടിക്ക്. നെക്സ്റ്റ് നോ ഇമ്പാക്റ്റ്, പോസിറ്റീവ് അല്ല നെഗറ്റീവ് അല്ല ന്യൂട്രൽ സ്റ്റേജിൽ നിൽക്കുന്ന ഒരു പ്രൊജക്റ്റ് ആണ്, അത് വേണം. നെക്സ്റ്റ് നെഗറ്റീവ് ഇമ്പാക്റ്റ് പോസിബിൾ, പോസിബിൾ. നെക്സ്റ്റ് നെഗറ്റീവ് ഇമ്പാക്റ്റ് വെരി ലൈക്ലി, നെക്സ്റ്റ് നോ ജഡ്ജ്മെന്റ് ക്യാൻ ബി ഡൺ, അതുമായിട്ട് റിലേറ്റഡ് നമുക്കൊന്നും പറയാൻ പറ്റില്ല. നോ ജഡ്ജ്മെന്റ് പോസിബിൾ അറ്റ് പ്രസന്റ്. ഇപ്പോഴത്തെ സാഹചര്യം വെച്ചിട്ട് നമുക്ക് ഇതിനെ പറ്റിയിട്ട് ജഡ്ജ് ചെയ്യാൻ പറ്റില്ല എന്നുള്ളത്. ലാസ്റ്റ് ഉള്ളതായിരിക്കും കമന്റ് അല്ലെ റിമാർക്സ്. സോ ഈ കാര്യത്തിന്റെ അകത്ത് വരുന്ന സമയത്ത്, കടക്കുന്ന സമയത്ത് പൊല്യൂഷൻ ഞാനിപ്പോൾ എടുത്തു. പൊല്യൂഷന്റെ സമയത്ത് തന്നെ ഞാൻ ഒരു പൊല്യൂഷൻ എടുക്കുകയാണ്, എയർ പൊല്യൂഷൻ. എയർ പൊല്യൂഷൻ ഉണ്ടാവാൻ സാധ്യതയുണ്ടോ, അഥവാ ഉണ്ടാകുന്നുണ്ടെങ്കിൽ തന്നെ അത് പോസിറ്റീവ് ഇമ്പാക്റ്റ് ആണോ, എയറിന് അത്ര വലിയ പൊല്യൂഷൻ ഉണ്ടാക്കുന്നുണ്ടോ, അങ്ങനത്തെ ഒക്കെ ഉള്ളൂ. എന്തായാലും എയർ പൊല്യൂഷൻ ഒരിക്കലും പോസിറ്റീവ് ഇമ്പാക്റ്റ് പോസിബിളോ ഒന്നും ആവാൻ സാധ്യതയില്ല. മേ ബി നോ ഇമ്പാക്റ്റ് എന്ന് പറയുന്ന സ്ഥലത്ത് നമുക്ക് ടിക്ക് ചെയ്ത് കൊടുക്കാം അല്ലെ. അതർവൈസ് നമുക്ക് പറയാം നെഗറ്റീവ് ഇമ്പാക്റ്റ് പോസിബിൾ. ഇങ്ങനെ ഒരു കമ്പനി അവിടെ തുടങ്ങുകയാണെങ്കിൽ പൊല്യൂഷന്റെ കേസിൽ, പ്രത്യേകിച്ച് എയർ പൊല്യൂഷന്റെ കേസിൽ നെഗറ്റീവ് ഇമ്പാക്റ്റ് പോസിബിൾ. അപ്പൊ നമ്മൾ എന്ത് ചെയ്യാൻ പാടില്ല, ഇപ്പുറത്തെ സാധനത്തിന് അൺടിക്ക് ചെയ്ത് കൊടുത്തോളാം. ഏതാണോ ഉണ്ടാവാൻ സാധ്യതയുള്ളത് അത് നമ്മൾ ചെയ്യാം. പിന്നെ നെക്സ്റ്റ് ചിലപ്പോൾ വല്ല ഓർഗാനിക് പൊല്യൂട്ടൻസ് ഇതിനകത്ത് അടങ്ങിയിട്ടുണ്ടോ, അഥവാ ഉണ്ടെങ്കിൽ തന്നെ ഓർഗാനിക് പൊല്യൂട്ടൻസ് പോസിറ്റീവ് ഇമ്പാക്റ്റ് ആണോ ഉണ്ടാക്കുന്നത്. അപ്പൊ ചില ഓർഗാനിക് പൊല്യൂട്ടൻസ് ചിലപ്പോൾ പോസിറ്റീവ് ഇമ്പാക്റ്റ് ആയിരിക്കും അവിടെ ഉണ്ടാക്കുന്നത്. ഒരു കമ്പനീനെ സംബന്ധിച്ചിടത്തോളം അവിടെ നിന്ന് വരുന്ന ഓർഗാനിക് പൊല്യൂട്ടൻ എന്ന് വെച്ചാൽ പോസിറ്റീവ് ഇമ്പാക്റ്റ് നടത്തുന്നതാണെന്ന് വിചാരിക്കും. എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നമ്മളുടെ കമ്പോസ്റ്റ് ഒക്കെ അല്ലെ, നമ്മൾ അവരുടെ വരുന്ന വേസ്റ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ചിലപ്പം ഇതേപോലത്തെ എന്തെങ്കിലും നല്ല സാധനങ്ങളാണെന്ന് വിചാരിക്കാം. അപ്പം മേ ബി പോസിറ്റീവ് ഇമ്പാക്റ്റ് നടക്കാൻ സാധ്യതയുണ്ട്, അവിടെ ഒരു ഓർഗാനിക് പൊല്യൂട്ടൻസ് ഉണ്ടാകാൻ സാധ്യതയുണ്ട്.
ആ ഓർഗാനിക് പൊല്യൂട്ടൻസ് കാരണം നമ്മളുടെ സമൂഹത്തിൽ പോസിറ്റീവ് ഇമ്പാക്ട് വരാൻ സാധ്യത ഉണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും, നമ്മളുടെ ടിക്ക് ഇവിടെ വീഴും. നേരെ മറിച്ച് നമുക്ക് ഇപ്പോഴത്തെ സാഹചര്യത്തിൽ ഒന്നും പറയാൻ പറ്റില്ല എന്നുണ്ടെങ്കിൽ നമ്മളത് ടിക്ക് എടുത്തിട്ട് ഇവിടെ കൊടുക്കും. പോസിറ്റീവ് ഇമ്പാക്ട് നമുക്കിപ്പം ജഡ്ജ് ചെയ്യാൻ പറ്റുന്നില്ല എന്നുള്ള കാര്യം നമ്മൾ ടിക്ക് ചെയ്ത് പ്രസന്റ് ചെയ്ത് കൊടുക്കും. നെക്സ്റ്റ് നമ്മൾ നോക്കുകയാണെങ്കിൽ അനൈറോബിക് എഫക്റ്റ് നോക്കുകയാണെന്നായിരിക്കും. മേ ബി അതിൻ്റെ അകത്ത് ഞാനിപ്പം പറയാണ് വെരി നെഗറ്റീവ് ഇമ്പാക്ട് വെരി ലൈക്ലി ആവാൻ സാധ്യതയുണ്ട്. അനൈറോബിക് അവിടെ ബാക്ടീരിയാസോ അങ്ങനെ എന്തെങ്കിലും വരും. അനൈറോബിക് ബാക്ടീരിയാസ് വന്നു കഴിഞ്ഞാലൊക്കെ, അതായത് മീത്തേനൊക്കെ പുറപ്പെടുവിക്കുന്ന ബാക്ടീരിയാസ് ഒക്കെ, അങ്ങനത്തെ സാധനങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അവിടെ നെഗറ്റീവ് ഇമ്പാക്ട് വെരി ലൈക്ലി ആണ്, ഉണ്ടാകാൻ സാധ്യത വളരെ കൂടുതലാണ്. അപ്പൊ അവിടെ നമ്മൾ പോയിട്ട് ടിക്ക് ചെയ്ത് കൊടുക്കും. അങ്ങനെ ഒരുപാട് ക്വസ്റ്റ്യൻസ് ഉള്ള ഒരു ഏരിയനെയാണ് നമ്മൾ എന്ത് പറയുന്നത്. ഇങ്ങനത്തെ ഒരുപാട് ക്വസ്റ്റ്യൻസ് ഉണ്ടാവും. ഇപ്പൊ ഇതുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടായിരിക്കും ചിലപ്പോൾ എന്തെങ്കിലും എക്കോളജി ആയിട്ട് റിലേറ്റ്, പൊല്യൂഷൻ ഓർ മേ ബി എക്കോളജി, ചിലപ്പം എന്തെങ്കിലും എനർജി കൺസർവേഷൻ, ചിലപ്പോൾ എന്തെങ്കിലും സോഷ്യൽ ഇഷ്യൂസ്, ചിലപ്പോൾ എന്തെങ്കിലും ഹെൽത്ത് ഇഷ്യൂസ്. ഇങ്ങനെ ലെഫ്റ്റ് സൈഡ് കോളത്തിൽ പല ഐറ്റംസ് മാറി മാറി വരും. അതിൽ ഏതെങ്കിലും ഒരു ക്വസ്റ്റ്യൻ ആയിരിക്കും നമ്മൾ ആൻസർ പറയേണ്ടി വരിക. ഇങ്ങനത്തെ ഒരു വലിയ ചെക്ക് ലിസ്റ്റ് നമ്മൾ മൊത്തത്തിൽ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അതിനെയാണ് നമ്മൾ എന്താ പറയുന്നത്. എന്നിട്ട് ലാസ്റ്റ് നമുക്കൊരു ഉത്തരം കിട്ടും. ലാസ്റ്റ് എല്ലാം കൂടി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്കൊരു ഒന്നുകിൽ ഗ്രാഫോ അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ ആയിട്ട് ഒരു വാല്യൂ അവിടെ നിന്ന് ഒബ്റ്റെയിൻ ചെയ്യാൻ പറ്റും. അപ്പൊ ഇതിന്റെ ബേസ് ആയിട്ടാണ് നിങ്ങളെ സീരീസ് എക്സാമിന്റെ മാർക്കൊക്കെ ലാസ്റ്റ് പബ്ലിഷ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് കാണാം, ഏറ്റവും അടിയിൽ പബ്ലിഷ് ചെയ്തതിന്റെ ഏറ്റവും അടിയിൽ നിങ്ങൾക്ക് ഉണ്ടാവും എത്ര ആൾക്കാർ പാസ്സായി അല്ലെ, പാസ്ഡ് സ്റ്റുഡൻസ്. അതിൽ തന്നെ 0 to 40% മാർക്ക് കിട്ടിയ ആള്, 41 to 50 എത്ര ആൾക്കാർക്ക് കിട്ടിയിട്ടുണ്ട്, 51 to 60 എത്ര പേർക്ക് കിട്ടിയിട്ടുണ്ട്. അങ്ങനത്തെ കുറെ ക്വസ്റ്റ്യൻസ് ഉണ്ടാവും. പിന്നെ എത്ര പേർക്ക് CGPA, എത്ര പേർക്ക് ഒരു 9 above കിട്ടിയിട്ടുണ്ട്, അങ്ങനത്തെ കാര്യങ്ങളും ഒക്കെ ഇട്ടിട്ടുള്ള ലാസ്റ്റ് ഒരു സമ്മറൈസിങ് ഷീറ്റ് ഉണ്ടാവും. അവിടെ ആയിരിക്കും നമുക്ക് നമ്മൾ ഇത്രയും സമയം ജഡ്ജ് ചെയ്തതിന്റെ മൊത്തത്തിലുള്ള എഫക്ട്സ് അവിടെ ആയിരിക്കും നമുക്ക് റിസൾട്ട് ആയിട്ട് കിട്ടുക. ഇതൊക്കെ ചെയ്യുന്ന പ്രോസസ്സിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, നമ്മളുടെ ചെക്ക് ലിസ്റ്റ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇത്രയാണ് ഇന്നത്തെ ക്ലാസ്സിൽ ഞാൻ പറയുന്നുള്ളൂ. അടുത്ത എനിക്ക് പറയാനുള്ള ശേഷി എൻ്റെ തൊണ്ട അനുവദിക്കും തോന്നില്ല. അപ്പൊ ഞാൻ നിങ്ങൾക്ക് ഒരു അസൈൻമെന്റ് നമ്പർ 6 ആയിട്ട് ഇട്ടിട്ടുണ്ട്. മൊഡ്യൂൾ 5ന്റെ തന്നെയാണ്. മൊഡ്യൂൾ 5ന്റെ ഒരു അസൈൻമെന്റ് ആണ് ഞാൻ അവിടെ ഇട്ടിട്ടുള്ളത്. അസൈൻമെന്റ് നമ്പർ 6 ആയിട്ടാണ് ഇട്ടിട്ടുള്ളത്, പക്ഷേ മൊഡ്യൂൾ 5ന്റെ സെക്കൻഡ് അസൈൻമെന്റ് ആണ്. നിങ്ങളുടെ ഇതെടുത്ത് നോക്കുക. അടുത്ത അവർ നിങ്ങൾക്ക് അതിനു വേണ്ടിയിട്ടുള്ളതാണ്. അതായത് ഏതെങ്കിലും ഒരു സ്കെയിൽ ഓഫ് ഇമ്പാക്റ്റിനെ പറ്റി എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഏതെങ്കിലും ഒരു സ്കെയിൽ ഓഫ് ഇമ്പാക്റ്റിനെ പറ്റിയിട്ട് സെർച്ച് ചെയ്തിട്ട് എഴുതുക. നെക്സ്റ്റ് ടോപ്പിക്കുള്ളത് 11:50 വരെ എന്നെ കൊണ്ട് പറ്റും തോന്നുന്നു.